കൊച്ചിൻ പെന്തക്കോസ്റ്റൽ വെസ്റ്റിൻ്റെ അസംബ്ലിയുടെ ഈ 19ാമത് കൺവെൻഷൻ 3ാമത് രാത്രി വചനപ്രഘോഷണത്തിന് എന്നെ ക്ഷണിച്ച അതിൻ്റെ സംഘാടകരോടും ദൈവദാസന്മാരോടും ദൈവകുഞ്ഞുങ്ങളോടുമുള്ള അകമഴിഞ്ഞ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവ മക്കളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൽ വിലപ്പെട്ട ദാസൻ, എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പാസ്റ്റർ, ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന ബിജു പാസ്റ്റർ, പ്രാർത്ഥിച്ച് നമ്മളെ സഹായിച്ച IPC സെൻറ്ററിൻ്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട സണ്ണി പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന കർത്താവിൽ എൻ്റെ സ്നേഹിതന് അവരുടെ വിവിധ ചർച്ചകളിൽ പ്രസംഗിക്കുക കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അവസരം തന്നിട്ടുള്ള പാസ്റ്റർ തങ്കച്ചൻ പാസ്റ്റർ, എല്ലാവരെയും ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മീഡിയ കവറേജ് ചെയ്യുന്ന എല്ലാ മക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശബ്ദ സംവിധാനം ക്രമീകരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാ മക്കളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ദൈവജനം പ്രാർത്ഥനയോടെ ആയിരിക്കണം. കൃത്യസമയത്ത് തന്നെ സന്ദേശം അവസാനിപ്പിക്കുക. അവസാനം ഒരു ചരണപ്പാട്ട്, പ്രത്യാശയുടെ ഒരു ഗീതം പാടി നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. സുന്ദരമായ ലോകം 7 വൻകരകൾ, ഏഷ്യയും ആഫ്രിക്കയും തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും 262 രാഷ്ട്രങ്ങളിലേക്ക് ഒരു മാരകവ്യാധിയായി, ഒരു മഹാവ്യാധിയായി പാൻഡമിക് സിറ്റുവേഷനിലേക്കുള്ള വൈറസ് കടന്നുകൊണ്ടിരിക്കുന്നു. സ്വസ്ഥതയില്ലാത്ത സമൂഹവും ഇതുവരെ കേൾക്കാത്ത ചില വാർത്തകൾ തദ്വാര മാധ്യമങ്ങളിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ ആസ്പദമാക്കിയായിരിക്കും ഇന്ന് രാത്രി നാം വിശുദ്ധ തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ചില സംഭവങ്ങൾ നമ്മുടെ കണ്ണിൻ മുൻപിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശിച്ചു. അതിൽ ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, മാസ്ക്, PPE കിറ്റ്, PCR ടെസ്റ്റ്, ആൻറ്റിജൻ ടെസ്റ്റ്, കീപ്പ് ഡിസ്റ്റൻസ് എല്ലാ രാജ്യങ്ങളിലും, അന്റാർട്ടിക്ക ഒഴിച്ച് ലോകത്തിലെ എല്ലാ വൻകരകളിലും ഏകദേശം 262 രാഷ്ട്രങ്ങളിലും ട്രെയിനിലിറങ്ങിയാലും പ്ലെയിനിലിറങ്ങിയാലും ബസ്സിലിറങ്ങിയാലും പത്രത്തിലിറങ്ങിയാലും കാണുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. ക്വാറന്റൈൻ, ലോക്ക്ഡൗൺ, PCR, ആൻറ്റിജൻ, തെർമോ സ്കാനിങ്, ഇതെല്ലാം, മാസ്ക്, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ചില വാക്കുകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ കൊറോണ വൈറസിൻ്റെ പരിസമാപ്തി എന്ത്? അതിലേക്ക് ഇന്ന് രാത്രി തൊട്ടുവെക്കുന്നതിന് മുമ്പ് ഈ കൊറോണ, ഈ തലമുറ ദൈവവചനപ്രകാരം വചനത്തിൻ്റെ പ്രവചനങ്ങളുടെ നിവർത്തി ഏകദേശം 80% കണ്ടൊരു തലമുറയാണ് നാം ഇന്നായിരിക്കുന്ന തലമുറ. കൊറോണയുടെ പരിസമാപ്തിയായി 11 കാര്യങ്ങൾ പ്രസൻ്റിലി ഇപ്പോൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ കൊറോണയും, ഒരു സൈഡിൽ വാക്സിനും, ഒരു സൈഡിൽ QR കോഡും ഒക്കെ റെഡിയാക്കുന്നതിൻ്റെ പിൻപിൽ നാം അറിയാത്ത 11 കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കും. ഒന്ന്, ഇസ്രയേലിലേക്ക് യഹൂദൻ മടങ്ങി വരുന്നു. കഴിഞ്ഞ ആഴ്ച അവസാനമായി മനശ്ശെ ഗോത്രത്തിൽപ്പെട്ടവർ പോലും സ്വന്തം ദേശത്തേക്ക് മടങ്ങിയെത്തി. കോവിഡിൻ്റെ പരിസമാപ്തിയിൽ അമേരിക്കയിൽ നിന്ന് ഏകദേശം 4 ലക്ഷം യഹൂദന്മാരാ 2020-ലും 2021-ലും അവർ എത്തുന്നത്. യഹസ്കേൽ 36:24 പ്രവചനത്തിൻ്റെ നിവർത്തി കൊറോണയിൽ കാണുന്നു. അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. രണ്ടാമത്തെ സംഭവമായി നാം കൊച്ചിൻ കൺവെൻഷനിലൂടെ ആയിരിക്കുമ്പോൾ ശ്രദ്ധേയമായൊരു കാര്യം, പിൻപിൽ യഹൂദൻ്റെ ആലയത്തിന് വേണ്ടി സകല കാര്യങ്ങളും 2 കൂട്ടുകക്ഷി ഭരണക്കാരായ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂടെ ഇരിക്കുന്ന ഗാൻസ് എന്ന പ്രതിരോധ മന്ത്രിയും പിന്നിൽ കൂടി ആലയത്തിൻ്റെ പണികൾ വളരെ ശ്രദ്ധാപൂർവം നീക്കിക്കൊണ്ടിരിക്കുന്നു കോവിഡ് കാലത്ത്. മൂന്നാമത്തെ സംഭവമായി ലോകരാഷ്ട്രങ്ങൾ കോവിഡിൻ്റെ പരിസമാപ്തിയിൽ 2 ചേരിയിലേക്ക്, ചൈനയ്ക്കെതിരെ ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും കാനഡയും ഇവരെല്ലാം ചൈനയെ ഒന്നടിക്കണമെന്ന് കാത്തിരിക്കുന്നു. 2021-ൽ ചിലത് പ്രതീക്ഷിക്കാം. കൊറോണ വൈറസ് അഫക്റ്റായി ലോകം 2 ചേരിയിലേക്ക്. 4, സകല രാഷ്ട്രങ്ങളിൽ സാമ്പത്തിക മാന്ദ്യം. ഈ വൈറസ് ആഞ്ഞടിച്ചു. ഒരു 8 മാസം കൊണ്ട് സാമ്പത്തികത്തിൻ്റെ നട്ടലൊടിഞ്ഞു. അമേരിക്കയിലും പ്രശ്നം, ഗൾഫ് രാജ്യങ്ങളിലും പ്രശ്നം, കൊച്ചിയിലും പ്രശ്നം, ഇന്ത്യയിലും പ്രശ്നം. GDP-യുടെ വളർച്ച കുറഞ്ഞതുകൊണ്ട് നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ധനമന്ത്രിയും കിടുകിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നു, ഞെട്ടിക്കൊണ്ടിരിക്കുന്നു. 5-ാമത്തെ സംഭവം, ഉടനെ ഒന്നും ഇത് തീരത്തില്ല. ഇതിൻ്റെ നടുവിൽ ചെന്നെത്തുന്നത് ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് എത്തും. അതിൻ്റെ മാർഗരേഖ പറയുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം അവസാനിക്കും. 6, കോവിഡ് വാക്സിന് വേണ്ടി എല്ലാ കമ്പനികളും ഒരേ കെമിക്കൽ ഇക്വേഷൻ, അമേരിക്കയിലെ ഫൈസർ,
മെഡോണ, ഇസ്രയേലിലെ നോവാക്സ്, അതുപോലെ റഷ്യയിലെ സ്പുട്നിക്, ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ്, പൂനെയിലെ കോവാക്സിൻ, ഇവരെല്ലാം ഒരേ കെമിക്കൽ മെത്തേഡ് ആഡ് ചെയ്തുകൊണ്ട് മനുഷ്യന്റെ കയ്യിലേക്ക് ഒരേ പ്രിവെന്റീവ് ആഡ് ചെയ്യാൻ കൊതിക്കുന്നു. ലോകം ഒരുവന്റെ കയ്യിലേക്ക് എത്തുന്നതിന് നിതാന്തമായി വാക്സിനിലൂടെ ഒരേ മെഡിസിൻ നമ്മുടെ കയ്യിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നു. ആറാമത്തെ സംഭവം കഴിഞ്ഞ് ഏഴാമത്തെ സംഭവം കൊറോണയ്ക്ക് ശേഷം നടക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. 100 കോടി പേർ ഉലകത്തിൽ പട്ടിണിയിലേക്ക് നീങ്ങുന്നു. 100 crores അഥവാ 100 കോടി പേർ പട്ടിണിയിലേക്ക് നീങ്ങുന്നു. ഈ സംഭവം ഇവിടെ മാരകവ്യാധി ആഞ്ഞടിക്കുമ്പോഴും പിൻപിൽ ഒരുവൻ അറ്റാക്ക് ചെയ്യുന്നു. എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററിയായി വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ഒരുപക്ഷെ ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞ് നാളെ നിങ്ങൾ പത്രത്തിൽ നോക്കിയാൽ അവന്റെ വാർത്ത കാണും. ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് IS എന്ന മിലിറ്ററി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 9ാമത്തെ സംഭവമായി നിർണായകമായൊരു സംഭവം നടക്കുന്നു. നാം ഈ കൊറോണ വൈറസ് ഇവിടെ ആഞ്ഞടിക്കുമ്പോഴും എല്ലാവരും ആരോഗ്യ മേഖലയെ ശ്രദ്ധിക്കുമ്പോഴും നമ്മളറിയാതെ വൻകിട മാളുകൾ ലോകരാജ്യങ്ങളിൽ പണി പൂർത്തിക്കൊണ്ടിരിക്കുന്നു. അർത്ഥം മഗധിയാം ബാബിലോണിലേക്ക് നയിക്കുവാൻ വേണ്ടി ഏകലോക മാർക്കറ്റ് നമ്മളറിയാതെ കേരളത്തിലും സമസ്ത പട്ടണങ്ങളിലും മാർക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. 10ാമത്തെ സംഭവം കറൻസി മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ലോക ബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ സാത്താന്റെ കറൻസിയായി ബാങ്ക് ഇല്ലാത്ത, ക്രെഡിറ്റ് ഇല്ലാത്ത, ഒന്നും വേണ്ടാത്ത, ചെക്കില്ലാത്ത, വൗച്ചറില്ലാത്ത ഒരുവൻ $22,000 മുകളിൽ ഒരു കറൻസി കയറിപ്പോന്നവന്റെ പേരാ ബിറ്റ്കോയിൻ. ഇന്ന് വരെ കേൾക്കാത്ത ഒരു കറൻസി $22,000 സർവകാല റെക്കോർഡിലേക്ക് പോകുന്നു. സാത്താൻ ഉലകത്തെ പിടിക്കാൻ പോകുന്നു. 11ാമത്തെ സംഭവമായി 3 ഡോസായി നമ്മുടെ കൈകളിലേക്ക് വാക്സിൻ തന്നാൽ ഇന്ന് നിങ്ങളുടെ എയർപോർട്ടിലോ സീപോർട്ടിലോ ചെല്ലുമ്പോൾ തലയിൽ ഒരു തെർമോൾ മീറ്റർ വെച്ച് നിങ്ങളുടെ റീഡിംഗ് അളക്കുന്നതിന് പകരം 3 ഡോസ് തന്നാൽ നമ്മൾ ഇലക്ഷന് വോട്ടവകാശം ചെയ്യുമ്പോൾ കൈക്കകത്ത് നമ്മുടെ ഒരു പ്രത്യേക മഷി ആഡ് ചെയ്യുന്നത് പോലെ മരുന്ന് കമ്പനികൾ ഒരുമിച്ച് തീരുമാനിക്കുന്നു. ആധാർ കാർഡിനെ വെച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ കൊണ്ടുവരാൻ പോകുന്നു. ഇതെല്ലാം ബൈബിളിന്റെ പ്രവചനത്തിന്റെ നിവർത്തി നമ്മുടെ മുൻപിൽ കാണുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ, ഈ 3ാമത് രാത്രി ദൈവീക വചനം അകത്തളങ്ങളിൽ ചലിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവി. കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ 10,000ങ്ങളിൽ സുന്ദരനായി നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 10 and 11. വിശുദ്ധ വെളിപ്പാട് 3, 10, 11 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കാം. വായിച്ചാട്ട് കുഞ്ഞേ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, ദൈവസഭ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന്, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ദൈവസഭയെ ഞാനും നിന്നെ കാക്കും. അടുത്തത്, ഞാൻ വേഗം വരുന്നു. ഇതാ കൊച്ചിൻ ദൈവസഭയെ, ദൈവകുഞ്ഞുങ്ങളെ, ഇതാ ഞാൻ വേഗം വരുന്നു. അടുത്തത്, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. മുറുകെ ഇന്ന് രാത്രി പിടിച്ചുകൊള്ളുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ, 2018 കണ്ടവർ 19 കണ്ടില്ല, 19 കണ്ടവർ 20 കണ്ടില്ല, 20 ജനുവരി കണ്ടവർ ഹല്ലേലൂയ ഈ ഡിസംബർ കാണാതെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കോവിഡുള്ള ബസ്സിനകത്ത് നീ യാത്ര ചെയ്ത് കാണും, കോവിഡുള്ള ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ നീ ചലിച്ചു കാണും. നിന്റെ വീട്ടിൻ്റെ അപ്പുറത്ത് കണ്ടെയ്ൻമെന്റ് സോൺ ആയിരിക്കും, അടുത്ത വീട്ടിൽ പലരും ക്വാറന്റൈനിലായിരിക്കും, നിന്റെ സുഹൃത്തുക്കൾ പലരും ലോക്ക്ഡൌണിനകത്തും ICUവിനകത്തും കടന്നു കാണും. നിന്നെക്കാൾ ശ്രേഷ്ഠതയുള്ളവർ സമൂഹത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു പോയി കാണും. എന്നാൽ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെങ്കിൽ ഇന്ന് രാത്രി ആ കൃപ ലഭിച്ചവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ശരീരത്തിനകത്ത് നോവൽ കൊറോണ വൈറസ് വരാതെ, കണ്ടെയ്ൻമെന്റ് സോണിനകത്ത് നിന്നെ കടത്താതെ, മൂക്കിനകത്ത് വെന്റിലേറ്ററിൽ കൂടി ഓക്സിജൻ പമ്പ് ചെയ്യാതെ ഇന്ന്
രാത്രിയും പ്രത്യാശയോടെ ഹല്ലേലൂയ വചനത്തിന്റെ മുൻപിൽ ആരാധനയുടെ മുമ്പിൽ കുഞ്ഞെ നിന്നെ കൊണ്ടിരുത്തിയത് നീ കഴിച്ച ആഹാരത്തിന്റെ മിടുക്കല്ല, നിന്റെ ശരീരത്തിനകത്ത് കയറിയ പ്രിവന്റീവ് മെഡിസിന്റെ മിടുക്കല്ല, നിന്റെ ശരീരത്തിലേക്ക് കയറിയ ആന്റിബയോട്ടിക്കിന്റെ പവർ അല്ല. ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയെങ്കിൽ ആ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന മഹാദൈവ ഇന്ന് രാത്രി നിന്റെ വിഷയത്തിനകത്ത് എൻ്റെ യേശുവിന്റെ കരം ചലിച്ചു തുടങ്ങിയ നിന്റെ പരാജയങ്ങളെ മാറ്റുവാൻ, നിന്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ, നിന്റെ കെട്ടുകളെ തകർക്കുവാൻ ഈ കരത്തിന് കഴിയും. ഈ കരം തളർന്ന കരമല്ല, നിന്റെ തളർന്ന സ്ഥാനത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കരുത്തുറ്റ കരത്തിന്റെ ശക്തി മൂന്നാമത് രാത്രിയിലും ഈ ആരാധനയ്ക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കരുണാമയനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെന്റെ പറുദീസെ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങിയ മഹാദൈവ ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളുടെ നടുവിൽ തേജോമയനായി അങ്ങ് ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്നവർ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്നവർ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്നവർ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ മുറിഞ്ഞ കരം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ലോക രാജ്യങ്ങളിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് രാത്രി എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സത്യത്തിന്റെ വചനം ഇന്ന് രാത്രി ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിലേക്ക് ഇന്ന് രാത്രി പാഞ്ഞിറങ്ങുന്ന സമയത്ത് വിശ്വാസത്തിന്റെ വീരന്മാരായി നിത്യതയിലേക്ക് കടക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വാർത്തെടുക്കുന്ന രാത്രിയായി മാറട്ടെ. രക്ഷാ നിർണയം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി മുറിക്കകത്തായാലും വീട്ടിനകത്തായാലും ചങ്കത്ത് കൈവച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഈ 19ാമത് കൺവെൻഷൻ പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കർത്താവേ, ഒരു രാത്രി കൂടി തിരുവഴുത്തുമായി അടിയൻ നിൽക്കുന്നു. കഴിഞ്ഞ രാത്രിയോ പകലോ പ്രസംഗിച്ചതിൻ്റെ ബലത്തിലല്ല, ഒരു അന്ത്യകാലത്തിൻ്റെ ദൂത് പറയുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ എളിയ ദാസനോട് കരുണ കാണിക്കണമേ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെ ഇന്ന് രാത്രി അനുഗ്രഹിക്കണമേ. ഈ കൊച്ചിൻ അസംബ്ലിയുടെ കൂട്ടായ്മയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭകൾ, ദൈവ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇന്ന് രാത്രി ഉയരണ്ട, ഞങ്ങളുടെ ഡോക്ടറേറ്റും PhD ഒന്നും ഉയരണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം മാത്രം, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം മാത്രം, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം മാത്രം ഈ പട്ടണത്തിൽ ഇന്ന് രാത്രി ഉയരണം. ആദ്യമുണർന്ന തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെ ഇന്ന് രാത്രി മറയ്ക്കണം. വിടുതലോടെ തമ്പുരാൻ മടക്കി അയക്കുക. സകല മഹത്വം ഇന്ന് രാത്രി അപ്പച്ചന് കരയേറ്റുന്നു. പ്രാർത്ഥന മാനിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പ്രത്യാശയോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗത്തിൻ്റെ ചുരുളുകളിലേക്ക് ഇന്ന് രാത്രി നാം വേഗത്തിൽ കടക്കുന്നത്. വിശുദ്ധ തിരുവചനം നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ പുസ്തകങ്ങൾ, 27 പുതിയ നിയമ ഗ്രന്ഥങ്ങൾ, 66 പുസ്തകങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ. 1189 അധ്യായങ്ങളിൽ പ്രവചനങ്ങളോടുള്ള നിവർത്തിക്കകത്ത് 16-ൽ പരം പ്രവചനങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏകരാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമായ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തെ ഒന്ന് തൊട്ടുവെച്ചുകൊണ്ട് വെളിപ്പാടിലേക്ക് കടക്കാം. പുതിയ നിയമത്തിലെ 5 തലങ്ങൾ മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും സുവിശേഷത്തിന്റെ ഏടുകളിൽ കൂടി മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും അപ്പോസ്തല പ്രവർത്തികൾ സഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാല് പുതിയ നിയമസഭയുടെ ലേഖനങ്ങൾ അനുഷ്ഠാനങ്ങളായി കാൽപ്പനികമായ ഉപദേശങ്ങളുടെ ഉപനിഷത്തുകൾ വിളംബരം ചെയ്തുകൊണ്ട് ധന്യനായ പൗലോസ് ലീഗ റോമിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ റോമ ലേഖനം മുതൽ കോരിന്ത്യ ലേഖനം, തിമത്തിയോസും തെസ്സലോനിക്ക എബ്രായ ലേഖനമൊക്കെ വലിയ ലേഖനങ്ങളും തുലോവും ചെറിയ ലേഖനങ്ങളായി, തീത്തോസും പത്രോസും അപ്പോൾ തന്നെ 1 യോഹന്നാൻ 2 യോഹന്നാൻ യൂദായുടെ ലേഖനം പരിസമാപ്തി കുറിക്കുമ്പോൾ 4-ാമത് ഭാഗം പുതിയ നിയമത്തിൽ തീരുന്നു. 5-ാമത് ഭാഗമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. ഇത് വായിക്കുമ്പോൾ തന്നെ ദൈവസന്ധിയിൽ ദൈവമക്കൾക്ക് ഇതിന്റെ കാലഘട്ടത്തെ പറ്റി ഒന്ന് ഓർമ്മ വേണം. AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി. യേശുവിന്റെ കാൽവറി യാഗത്തിന് ശേഷം ശിഷ്യന്മാരുടെ അവസ്ഥകൾ വളരെ ഭീകരമായിരുന്നു. നിങ്ങൾക്കാർക്ക് പ്രതിപാദിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ജോസീഫസിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അക്കാലത്ത് ക്രൈസ്തവ മാർഗത്തിൽ പിന്തുടർന്ന സകല
സകലരെ ഒന്നുകിൽ കഴുത്തുവെട്ടിയോ തല കീഴായി ക്രൂശിച്ചോ ചന്തയിൽ കൊണ്ടുപോയി വെട്ടിത്തകർത്തോ ഇങ്ങനെയൊക്കെ കളയുന്നത് ധന്യനായ ഹല്ലേലൂയ പത്രോസ് ലീഗായും അതുപോലെ തന്നെ കേരളത്തിലെ ഇന്ത്യയിലേക്ക് വന്ന തോമസ് ലീഗയെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് മിന്നി വെളിച്ചം കണ്ട പൗലോസിനെ പിന്നത്തതിൽ ഓസ്ട്രിയയിലെ ചന്തയിൽ വെച്ചുകൊണ്ട് തല വെട്ടിമാറ്റുന്ന ഭീകരമായ റോമിന്റെ കിരാത ഭരണകൂടമാണ് കാണുന്നത്. ഹേരോദാവും പീലാത്തും കാലത്തിന്റെ യവനികയ്ക്കകത്ത് മാറുമ്പോൾ AD 60 കാലഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ മിക്കവാറും എല്ലാവരെയും കാലപുരിക്ക് അയച്ചെന്ന വാർത്തയുമായി റോമിന്റെ ഭരണകൂടം ഉലകത്തെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ AD 64 കാലഘട്ടത്തിനകത്ത് നിർണായകമായ ഒരു സംഭവം നടന്നു. ആരും അറിയാതെ കാൽവരി ദർശനം കണ്ട യോഹന്നാൻ ഇന്നത്തെ തുർക്കിയിലെ ഏഷ്യ മൈനറിന്റെ അടുത്തുള്ള എഫസോസിലേക്ക് ഒരു സ്ഥലമാറ്റം നടത്തി ദൈവ ശുശ്രൂഷയിലേക്ക് അവൻ പ്രവേശിക്കുന്നു. AD 70 ടൈറ്റസ് എന്ന രാജാവ് റോമിലേക്ക് വരികയും തീർന്നില്ല, റോമിന്റെ ഭരണം കൈയാളുകയും യെരൂശലേമിന്റെ ദൈവാലയത്തെ തകർക്കുകയും പിന്നത്തതിൽ AD 80 വരുമ്പോൾ രണ്ടാമത്തവനായി വെസ്പേഷ്യന്. അത് കഴിഞ്ഞിട്ട് AD 90 കാലഘട്ടത്തിൽ ക്രൂരനായ ഒരു ചക്രവർത്തി വരുന്നു. അവന്റെ പേര് ഡൊമേഷ്യൻ. കാലത്തിന്റെ യവനികയ്ക്കകത്ത് റോമിന്റെ ചക്രവർത്തിമാർ ലൗദിയോസും ക്ലൗഡിയോസും ടൈറ്റസും ഡൊമേഷ്യനും വെസ്പേഷ്യനും എല്ലാം ലോക ചരിത്രത്തിൽ അക്കമിട്ട് നിരത്തുമ്പോൾ ഡൊമേഷ്യൻ 90 ഭരണത്തിന് വരുമ്പോൾ യോഹന്നാനെ പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ല. 96 കാലഘട്ടത്തിൽ ഏകദേശം 91 വയസ്സ് പ്രായമുള്ള അപ്പച്ചനായ യോഹന്നാനെ പറ്റി ഈ ഡൊമേഷ്യൻ അറിവ് കിട്ടി പടയാളികളെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, യേശുവിൻ്റെ മാർഗത്തിൽ തിരുവചനത്തെ എടുത്ത് നടത്തിയ പലരെയും റോമ കശാപ്പ് ചെയ്ത് കളഞ്ഞു. പക്ഷേ അതിലൊരു വല്യപ്പൻ ഇന്ന് തുർക്കിയുടെ മൈനറിൽ ഏഷ്യ മൈനറിൽ 7 സഭകളെ വഹിച്ചുകൊണ്ടൊരു സെൻറ്ററിൻ്റെ ചുമതലയിലിരിക്കുന്നു. അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അദ്ദേഹത്തെയും തീർക്കണം. രാജാവ് അന്നത്തെ കാലത്ത് താളിയോലകളിൽ തിരുത്താണി കൊണ്ട് കൽപ്പന എഴുതുവാൻ തുടങ്ങി. ധന്യനായ ഹല്ലേലൂയ അപ്പോസ്തലനായ യോഹന്നാനെ കൊല്ലുവാനുള്ള കൽപ്പന ഇതാണ്. കൈകാലുകൾ ബന്ധിച്ച് റോമിലെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്തു മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറി ഈ മനുഷ്യനെ കാലപുരി കഴിക്കുവാൻ വേണ്ടിയുള്ള കൽപ്പനയാണ് ഡൊമേഷ്യൻ കൊടുക്കുന്നത്. ഒരു പ്രഭാതത്തിൽ വെളുപ്പിന് 5 മണിക്ക് സഭയുടെ പുറത്ത് എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായി വയോധികനായിരിക്കുന്ന യോഹന്നാൻ പഴയ നിയമത്തിന്റെ ഏടുകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദം. പടയാളികൾ വന്നിട്ട് പറയുന്നു, ഉപദേശി, ഞങ്ങളുടെ ചക്രവർത്തി താങ്കൾക്കറിയാമല്ലോ, ഡൊമേഷ്യന്റെ അധീനതയിൽ കിടക്കുന്ന തുർക്കിയിൽ നിന്ന് താങ്കളെ കൈകാലുകൾ പിന്തിച്ച് ഞങ്ങളൊരു കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി 7 മണിക്ക് താങ്കളുടെ ശരീരത്തെ വാൾ കൊണ്ട് കീറി ഞങ്ങൾ കൊല്ലും. താളിയോലയിലെ കൽപ്പനകൾ മുഴുവൻ വായിച്ചു. മക്കളെ, 93 വയസ്സ് പ്രായം, സഭയ്ക്കകത്ത് വേറെ ആരുമില്ല, കൈകാലുകൾ വിറയ്ക്കുന്ന അപ്പച്ച ഈ കൽപ്പന കേട്ടൊന്ന് കുലുങ്ങാൻ തുടങ്ങി. സെക്കൻഡുകൾ കൊണ്ട് കയ്യിലും കാലിലുമെല്ലാം ഇരുമ്പാണികൾ കൊണ്ടുള്ള കൊളുത്തുകൾ വീണു. ചങ്ങലയോടെ പൊക്കി 2 പടയാളികൾ യോഹന്നാൻ ഉപദേശിയെ കുതിരയുടെ നടുവിലിരുത്തി നേരെ പാഞ്ഞു ചെന്നത് 6 മണിക്ക് ഒരു കാരാഗ്രഹത്തിനകത്ത് കൈകാലുകൾ തടിയോടുള്ള പ്രതലത്തിനകത്ത് ബന്ധിച്ചു വെച്ചതിന് ശേഷം ശിക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പടയാളി യോഹന്നാന്റെ കഴുത്ത് മുതൽ വാൾ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ തുടങ്ങി. 7 മണിക്ക് സൈറൺ മുടങ്ങുമ്പോഴാണ് റോമിന്റെ കൽപ്പന അനുസരിക്കുന്നത്. അതിലേക്ക് ഞാൻ ചെയ്യാൻ തുടങ്ങി. 7 മണിയായപ്പോൾ കൽപ്പന പുറപ്പെടുവിക്കുന്ന ഒരു വാറണ്ട് കൂടി വായിച്ചു. ഈ പടയാളി ഒരു കാര്യം ചെയ്തു, കഴുത്തു മുതൽ അടിവയർ വരെ കീറാൻ തുടങ്ങി. ശരീരം കീറുന്നു, പക്ഷെ അനേകം പേരെ കീറിയിട്ടുള്ള പടയാളി ഒരു കാര്യം ഞെട്ടലോടെ ഓർത്തു, കീറും തോറും ശരീരം ഒട്ടിപ്പിടിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നെവർ, ഈ മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല. അനേകം പേരുടെ കാരാഗ്രഹ സമമായ ശിക്ഷ നടപ്പാക്കിയിട്ടുള്ള ഒരു പടയാളി എൻ്റെ മുൻപിൽ ഇതുപോലൊരു വ്യക്തിയെ കണ്ടിട്ടില്ല. കീറും തോറും ശരീരം ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ വാളാൽ ഇവൻ മരിക്കുകയില്ല. ഉടനെ പടയാളികൾ അദ്ദേഹത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു. ഡൊമേഷ്യൻ്റെ കൽപ്പന വീണ്ടും കിട്ടുന്നതിന് മുമ്പ് അവർ നേരെ എവിടെ കൊണ്ട് വിട്ടെന്നറിയാമോ? എഫെസോസ് സഭയുടെ ഹല്ലേലൂയ വാതിൽക്കൽ കൊണ്ട് യോഹന്നാൻ ഉപദേശിയെ വിട്ടിട്ട് അവർ പോയി. കൊട്ടാരത്തിൽ മരണവാർത്ത ശ്രവിക്കാനിരുന്ന ഡൊമേഷ്യന് കേൾക്കാൻ പറ്റിയത് വാളുകൊണ്ട് ഈ മനുഷ്യൻ മരിച്ചില്ല. ഡൊമേഷ്യൻ്റെ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ പറഞ്ഞു, അയ്യോ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ട്, അവനെ വെച്ചുകൊണ്ടിരിക്കരുത്. അമാനുഷിക പവറുള്ള ഒരു വ്യക്തിയെ അവനെ വെച്ചുകൊണ്ടിരിക്കരുത്. 2 ദിവസത്തിനകം അടുത്ത കൽപ്പന വന്നു. തിളയ്ക്കുന്ന എണ്ണ കുട്ടകത്തിനകത്ത് മുക്കിയിട്ട് അതിനകത്ത് യോഹന്നാൻ ഉപദേശിയുടെ കൈകാലുകൾ ബന്ധിച്ചിട്ട് വലിച്ചെറിയുവാനുള്ള കൽപ്പന. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും റോമിന്റെ പടയാളികൾ എത്തുകയാണ്. എവിടത്തേക്ക് എത്തുന്നറിയാമോ? എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന യോഹന്നാന്റെ മുമ്പിലേക്ക്. അപ്പോസ്തലനായ യോഹന്നാനോട് പറയുന്നു, യോഹന്നാൻ ഉപദേശി, ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കണ്ടോണം, കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ചോണം, ഇന്ന് പകൽ താങ്കളുടെ അന്ത്യ. യോഹന്നാൻ ഉപദേശി പറഞ്ഞു, എന്താ? വായിക്കാൻ പറഞ്ഞു. കൽപ്പന വായിച്ചു. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ച് കുട്ടകത്തിനകത്ത് മരണം കണ്ട് രസിച്ച്, അഥവാ മരണത്തിൻ്റെ സ്ഥിരീകരണം കിട്ടുന്നവരെ താങ്കളെ കൊല്ലുവാനുള്ള കൽപ്പനയാണ്.
യോഹന്നാൻ ഒരു ഭയവുമില്ല. യോഹന്നാൻ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. ജോസഫ് സക്കമിട്ട് എഴുതിയിരിക്കുന്നു. പടയാളികൾ ചോദിച്ചു, എന്താ മരണം കാണുമ്പോൾ ഉപദേശിച്ച് പുഞ്ചിരിക്കുന്നത്? അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഡൊമീഷനേക്കാളും വലിയൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു, അവൻ്റെ പേര് നെബൂഖദ്നേസർ എന്നാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇറാഖിനകത്ത് എരിയുന്ന തീച്ചുളയ്ക്കകത്ത് വലിച്ചെറിഞ്ഞപ്പോൾ അതിനകത്തൊരു ദൂതൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ വചനമുയർത്തുന്ന എനിക്ക് വേണ്ടി എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് കാര്യങ്ങൾ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ, നീ ആദിവിശ്വാസത്തോടെ തിരുവഴുത്തിൻ്റെ നിവർത്തിയായി വാക്കുകൾ പറയണം. എത്രയൊക്കെ ശത്രു നിനക്കെതിരെ പോരാടിയാലും, നിന്റെ കുടുംബത്തിനെതിരെ പോരാടിയാലും, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പോരാടിയാലും, നിന്റെ മിനിസ്ട്രിക്കെതിരെ പോരാടിയാലും, നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി വചനമകത്തളങ്ങൾ ചലിക്കുന്ന ദൈവമക്കൾ ആരാധിച്ചു കൊണ്ടിരിക്കണം. കൂരിരിൽ താഴ്വരെ കൂടി നടന്നാൽ ദൈവദാസ നിന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. സഹോദരി, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാൽ ഹല്ലേലൂയ നിന്നെ മാറോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ട്. സഹോദര, ചേട്ടന്മാർ നിനക്ക് വീതം തരാതെ തട്ടിക്കളഞ്ഞ് നിന്റെ പരാജയം കാണാൻ കൊതിക്കുന്നവരുടെ നടുവിൽ യോസഫിന് വേണ്ടി വെളിപ്പെട്ട ഒരു ദൈവം 2021 നിന്നെ പോട്ടക്കിണറ്റിൽ നിന്ന് വലിച്ച് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ അഭിഷേകത്തിന്റെ നിറവ് ചില കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ചില കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ചില സഹോദരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. സാധാരണ ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശ നക്ഷത്രങ്ങളെ ഉരുവാക്കിയവൻ, ആൽഫയും ഒമേഗയും അതിനകത്ത് ഓർബിറ്റിനകത്ത് കറക്കി വെച്ച ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ സഹോദര നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവദാസനെ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. സഹോദരി, ഈ പുസ്തകം എടുത്ത് നീ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോൾ, ദൈവദാസനെ കറുത്ത പുസ്തകത്തിന്റെ വെളുത്ത വരിയെടുത്ത് നീ ദൈവസന്നിധിയിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ നിന്നെ പറ്റി ഒരു നിർണയത്തിന്റെ പദ്ധതി എൻ്റെ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, അത് കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ. ഓ താങ്ക് യു ലോർഡ്, ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന, കെട്ടുകളെ മാറ്റുന്ന, പോരുകളെ തകർത്തുന്ന ദൈവജനത്തിന്റെ ഉണർവിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര കെട്ടുകൾ ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ 2020 അഴിഞ്ഞു മാറിക്കൊണ്ട് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവന്റെ ഉള്ളംകരം എന്നെ താങ്ങി നടത്തും. പ്രത്യാശയോടെ വാക്ക് പറയണം, നീ പരാജയപ്പെട്ടവനല്ല. നിന്റെ പിൻപിലുള്ള പാലത്തെ മാറ്റിയിട്ട് മുൻപിലെ ദൈവ വിളിക്ക് വേണ്ടി, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവ പൈതല്, നീ പരാജയങ്ങളെ നോക്കരുത്. വിളിച്ച ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. യോഹന്നാനെ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? തിളയ്ക്കുന്ന കുട്ടുകത്തിനകത്ത്, എണ്ണയ്ക്കകത്ത് കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ചു. സ്വോത്രം. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താ? 93 വയസ്സുള്ള അപ്പച്ചനെ കൈകാലുകൾ ബന്ധിച്ച് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് വലിച്ചിട്ടു. പരാജയം കണ്ട് മരണം കാണാൻ കൊതിച്ച് നിന്നവരുടെ നടുവിൽ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ഉപദേശിച്ച ഒരു കാര്യം കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, സഹോദരങ്ങൾ നല്ല തടുപ്പുണ്ട്, പറ്റുമെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് പുതയ്ക്കാൻ തരാൻ പറഞ്ഞു. സ്വോത്രം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാൽ, തിളപ്പീര് നടത്തിയാൽ, നിനക്കെതിരെ പോരാട്ടം അയച്ചാൽ, അവൻ്റെ പദ്ധതിക്ക് നടുവിലും അഭിഷേകത്തിൻ്റെ തീ ഉള്ളവൻ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നു? 2021 കടക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കള്, ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ തലമുറയ്ക്കെതിരെ, എൻ്റെ മിനിസ്ട്രിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഫലിക്കയില്ല. വിശ്വാസത്താൽ ഒരു തീരുമാനത്തോട് ഇന്ന് രാത്രി ഗ്രൗണ്ട് വിട്ടു പോകണം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. കൊറോണ എത്ര ആഞ്ഞടിക്കട്ടെ, കോവിഡ് വരട്ടെ, പാൻഡമിക് സിറ്റുവേഷൻ വരട്ടെ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. വിശ്വാസത്തിന്റെ വീരന്മാരായി കൊച്ചി പട്ടണത്തിൽ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. ഡൊമീഷന്റെ മുൻപിലേക്ക് ചെന്നിട്ട് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡൊമീഷൻ ഞെട്ടിപ്പോയി. അന്നത്തെ കാലത്ത് റോമിന്റെ കിരാത ഭരണകൂടം, അമേരിക്കയിലെ ഭരണകൂടം ക്യൂബയിലെ ഗൊണ്ടനാമോയിൽ തടവുകാരെ നാട് കടത്തുന്നത് പോലെ അന്നൊരു കാര്യം ചെയ്യുന്നത്, പത്മോസ് ഈജിയൻ കടലെടുക്ക്, ഗ്രീസിലെ ഏതൻസ് ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം, അതിനോട് കിട്ടുന്നത് ഈജിയൻ കടലെടുക്ക്. 40 മൈൽ കടൽ കൂടി സഞ്ചരിച്ചാൽ 23 കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടുന്ന ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിന്റെ പേര് ഏകാന്ത കാരാഗ്രഹമായ പത്മോസ്. 93 വയസ്സുള്ള അപ്പച്ചൻ അടുത്ത കൽപ്പന കിട്ടി. റോമിന്റെ പടയാളികൾ ഒരു യാനത്തിനകത്ത് പിടിച്ചു. എവിടെ കൊണ്ടുപോയെന്നറിയാമോ? മണിക്കൂറുകൾ സഞ്ചരിച്ചു. ഈജിയൻ കടലെടുക്കൽ 40 മൈൽ സഞ്ചരിക്കാൻ മണിക്കൂറുകൾ എടുത്തു. ചെന്നപ്പോൾ കാരാഗ്രഹമായ ഒരു പാറക്കൂട്ട്, അതിന്റെ പേരാ പത്മോസ്. അവിടെ ചെന്ന് യാനം നിർത്തി. യോഹന്നാൻ ഉപദേശി അങ്ങോട്ട് വലിച്ചിറക്കി. ഇരുമ്പ് കാരാഗ്രഹത്തിന്റെ പാളികൾ തുറന്ന് ഒന്നുമില്ല. 5 കാഴ്ചകളാ പത്മോസിന്റെ പ്രത്യേകത.
ആരും അങ്ങനെ പറയാറില്ല. അതിലൊന്നാമത്തെ കാര്യമാ പാറക്കൂട്ടൻ, 2 ആകാശം മുട്ട നിൽക്കുന്ന കരിമ്പന, 3 പച്ച മനുഷ്യൻ വരുമ്പോൾ മനുഷ്യന്റെ ഗന്ധത്തെ കൊത്തിക്കൊണ്ട് പോകാൻ നിൽക്കുന്ന കഴുകൻ, 4 മരിച്ചവന്റെ അസ്ഥികഷ്ണം വാർന്ന് തിന്നുന്ന പരുന്ത്, 5-ാമത്തെ കാര്യം തലയോട്ടിയുടെ ദുർഗന്ധം. കർത്തൃ ദിവസത്തിൽ ചെന്ന യോഹന്നാൻ ഒരു കാര്യം പിടികിട്ടി, ഇവിടെ വെച്ച് ഞാൻ അസ്തമിക്കാൻ പോവാ, എന്നാലും എന്നെ വിളിച്ചൊരു തപ്പച്ചനുണ്ട്, എന്നെ വിളിച്ച കാൽവറിയിലെ ശബ്ദമുണ്ട്, അവന്റെ ക്രൂശീകരണം ഞാൻ കണ്ടത്, അവൻ കൈവിടത്തില്ല, ഒന്ന് മുട്ടുമടക്കിയേക്ക. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങൾ കൊച്ചി പെന്തക്കോസ് കൺവെൻഷനിൽ ഇരിക്കുന്ന സഹോദര സഹോദരി, എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ വാതിലുകളും അടയുമ്പോൾ, നിനക്ക് മുൻപോട്ട് പ്രയാണത്തിന് ആരും വഴി ഒരുക്കാതിരിക്കുമ്പോൾ, എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ മുട്ടുമടക്കാൻ തയ്യാറുണ്ടോ? അന്ന് രാത്രി സ്വർഗത്തിന്റെ കോവടി നിനക്ക് ഇറക്കി തരുവാൻ ഇന്ന് രാത്രി ആത്മാവിൽ ദൈവദാസനാകുന്ന ഞാൻ ഒരു ദൂത് പറയുക. 2021 നീ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ ഒറ്റയാൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ നിന്റെ കുടുംബം വിടുവിക്കപ്പെടാൻ പോകുക. ദൈവദാസനെ പരാജയത്തോടെ ഇരിക്കരുത്. നിന്റെ സഭയ്ക്ക് ആത്മാക്കളെ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സഹോദര, പരാജയത്തോടെ ഇരിക്കരുത്. നിന്റെ പ്രശ്നത്തിനകത്ത് പരിഹാരം തരുക. എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണീരിറങ്ങോ. അന്ന് രാത്രി യാക്കോബിന് വേണ്ടി കോവണി ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ സകലത്തിനെ വിളിച്ചു വരുത്തുക കരുത്തുറ്റ ദൈവം. മകനെ, മകളെ, ഈ ഡിസംബർ മാസത്തിൽ പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഓ ഹല്ലേലൂയ. ഫറവോന്റെ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ നടുവിൽ മോശ കിടക്കുമ്പോൾ ആർക്കും അവനെ പറ്റി ഒരു പദ്ധതിയില്ല. മോശയുടെ അപ്പനും അമ്മയും നോക്കിയപ്പോഴേ അവൻ്റെ മുഖത്തൊരു ഡിവൈൻ പവർ ഉണ്ടായിരുന്നു, ഒരു ദിവ്യ കാരുണ്യം ഉണ്ടായിരുന്നു. വെളിപ്പെട്ടതെന്ന 110-ാമത്തെ വയസ്സിലാണ് കണ്ടോ സ്വന്തം സഹോദരങ്ങളുടെ മുമ്പിൽ മോശയെ സ്വർഗം കാണിച്ചിട്ട് പറഞ്ഞ മോശയെപ്പോലൊരു വിശ്വസ്തൻ. കൊച്ചി പട്ടണത്തിനകത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ദൈവദാസന്മാര്, ദൈവ കുഞ്ഞുങ്ങൾ, ആരൊക്കെ നിങ്ങളെ പരാതി പറഞ്ഞാലും, ഏതൊക്കെ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാർ നിനക്കെതിരെ പോസ്റ്റർ ഇട്ടാലും ട്രോൾ ഇട്ടാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇറങ്ങി തിരിച്ച കുടുംബത്തിനകത്ത് ഓ ഹടക ബൗഡ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, നിന്റെ സഹോദരങ്ങളുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ചേട്ടന്മാരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വാഗ്ദത്തത്തിന്റെ പരപടി അല്പ താമസിച്ചാലും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. മോശയെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അപ്പനും അമ്മയും കാണാത്തൊരു ദിവ്യ കാരുണ്യം സ്വർഗത്തിലെ ദൈവം മോശക്കുഞ്ഞിൻ്റെ മേൽ പകർന്നെങ്കിൽ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ഒരു കൃപ കിട്ടിയതുപോലെ കൊച്ചി പട്ടണത്തിനകത്ത് നിന്നെപ്പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവദാസനെ അഭിഷേകത്തോടെ പൗലോസ് പറഞ്ഞ പോലെ, തിമത്തിയോസെ, നിന്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വാ. ഇന്ന് രാത്രി നിന്റെ മേൽ മൂടിയിരിക്കുന്ന കരിക്കട്ടകൾ മാറ്റി അഭിഷേകത്തിന്റെ ദൂത് പറഞ്ഞു ഇന്ന് രാത്രി രാജ്യങ്ങളെ പട്ടണങ്ങളെ കീഴടക്കുവാൻ ഹല്ലേലൂയ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. സ്വോത്രം. പരാജയത്തോടെ ഇന്ന് രാത്രി മടങ്ങരുത്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. സ്വർഗം അവന് വേണ്ടി തുറന്നു. 7 നിലവിളക്കളുടെ നടുവിൽ നിലയെങ്കി ധരിച്ചു, മാറത്ത് പൊൻകച്ച കെട്ടി, അഗ്നിജാലിക്കത്ത് കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ പിടിച്ചു. കാൽവറിയിൽ രൂപമാക്കപ്പെട്ട ശരീരം കണ്ട യോഹന്നാൻ തേജസ്സിൽ ആ രൂപം കണ്ടപ്പോൾ ഒന്ന് മുട്ടുമടക്കി അവൻ്റെ തലയിലേക്ക് ഒരു കരമിറങ്ങി വന്ന്, യോഹന്നാനെ, ആദ്യനും അന്ത്യനും ഞാൻ, ആൽഫയും ഒമേഗയും ഞാൻ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകത്തിൻ്റെ പേര് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. അധ്യായം 1 തൊട്ടുപോലും വെക്കുന്നില്ല. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പൊന്മുഖം പത്മോസിൽ. അധ്യായം 2-3 7 സഭകൾക്കുള്ള ദൂത്, എഫേസോസ് മുതൽ ലവോദിക്ക വരെയുള്ള സഭകൾക്കുള്ള ദൂത്. അധ്യായം 4 സഭ ഇവിടില്ല. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. അങ്ങനെയെങ്കിൽ ആദ്യം കൊറോണയുടെ പരിസമാപ്തിയിൽ ഇവിടെ എന്ത് നടക്കും? പാൻഡമിക് സിറ്റുവേഷൻ ചിപ്പാണ് വരുന്നത്. 3rd വേൾഡ് വാറാണ് ഇവിടെ വരുന്നത്. ഇതൊന്നുമല്ല നടക്കുന്നത്.
സ്വോത്രം. റോബോട്ട് മനുഷ്യനെ കൊല്ലുന്നതൊന്നുമല്ല നടക്കുന്നത്. ഈ തലമുറയിൽ ഉലകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, ഇവിടുന്ന് കുറെ പേർ അപ്രത്യക്ഷരാകാൻ പോകുന്നു. ആ അപ്രത്യക്ഷതയുടെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി നാഥൻ വരാറായി. ചൈന തകരുന്നതല്ല, കൊറോണയ്ക്ക് ശേഷം അടുത്ത വൈറസ് അല്ല, ട്രംപിൻ്റെയും ബൈഡൻ്റെയും കാര്യം അവിടെ നിൽക്കട്ടെ, മോഡി സാറിൻ്റെ കർഷക റാലിയൊക്കെ നിൽക്കട്ടെ, ഇതെല്ലാം ഈറ്റ് നോവിൻ്റെ ആരമാ. എന്നാൽ ഇതിന്റെ നടുവിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി നാഥൻ വരാറായി. സ്തോത്രം. അങ്ങനെയെങ്കിൽ വേഗത്തിൽ 10-25 മിനിറ്റ് കൊണ്ട് അവസാനിക്കുക. വിശുദ്ധ തിരുവചനത്തിനകത്ത് 10 യുഗങ്ങളാണ്. ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം, 2-ാം യുഗം നിൽക്കൽമക്ഷ യുഗം, 3-ാം യുഗം മനസാക്ഷി യുഗം, 4-ാം യുഗം ന്യായപ്രമാണ യുഗം, 5-ാം യുഗമായ സങ്കീർണ യുഗം, 6-ാം യുഗമായ കൃപായുഗത്തിൽ നാം നിൽക്കുന്നു. കൃപായുഗം ആരംഭിച്ചത് പെന്തക്കോസ് പെരുന്നാളിൽ സഗിയോൻ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിനാൽ സഭ ആരംഭിക്കപ്പെട്ടു. കാര്യസ്ഥൻ. ഈ പരിശുദ്ധാത്മാവ് നിലനിൽക്കുമ്പോൾ തന്നെ സഭ ഇവിടുന്ന് പോകും. ബാക്കിയെല്ലാം കൈവിടപ്പെട്ട് ഇവിടെ കടന്നോളൂ നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ വരുന്ന കാലഘട്ടങ്ങളെ പറ്റിയ വെളിപ്പാട് 6 തൊട്ട് അതിൽ 7-ാമത്തെ യുഗം ഉപദ്രവം, 8-ാമത്തെ യുഗം മഹോപദ്രവം, 9-ാമത്തെ യുഗം 1000 ആണ്ട് വാഴ്ച, 10 നാം ഇവിടെ ഇല്ല, നിത്യ യുഗങ്ങൾ പ്രിയനോട് ചേർന്ന് വാഴും. ഇതാ ബൈബിളിൻ്റെ പൂർണ്ണത. പരിസമാപ്തി 10 യുഗങ്ങൾ. വായിച്ചത് സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഈ പിന്നത്തതിൽ സഭയെടുക്കപ്പെട്ടാൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരും. അവന് 1 വേ വേൾഡ് ഓർഡർ. വരുവാനിരിക്കുന്ന പ്രഭു തുമ്പുകെട്ട ഇടയിൽ നാശയോഗ്യൻ, അവന് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. ഈ കൊറോണയുടെ പരിസമാപ്തിയിൽ വരാൻ പോകുന്നത് 1 വേ വേൾഡ് ഓർഡർ, ഏക ലോക ഭരണം. ഇന്ന് രാത്രി കൊച്ചിയെ പറ്റി പറയുമ്പോഴും ഇന്നത്തെ പത്രവാർത്ത പറയുമ്പോഴും സമാപിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ അവൻ ഭരണത്തിൽ വന്നാൽ ഇസ്രയേലിൻ്റെ ദേവാലയം, തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ, കൊച്ചിയിൽ ഇന്ന് നിങ്ങൾ കാണുന്ന GST വാറ്റ്, 4 ക്ലോറോ സ്മരണം. ശ്രദ്ധയോടെ. അങ്ങനെയെങ്കിൽ മഹാവ്യാധികൾ. വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിര, സമാധാനത്തിന്റെ പുറമോടി ജയിക്കുന്നവൻ, വില്ല് കയ്യിൽ, കിരീടം, സിംഹാസനം. വീണ്ടും വെളിപ്പാട് 6:3-4 കുഞ്ഞാട് 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ചുവന്ന കുതിര, അവന്റെ കയ്യിൽ ഉലകത്തിന്റെ തെർമോ ഇന്റർനാഷണൽ എക്സ്പാൻഷൻ റിയാക്ടർ. വെളിപ്പാട് 6:5-6 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ കറുത്ത കുതിര, ഒരു തിലാസ് കണ്ടു. അടുത്തത് നമ്മുടെ ചിന്താവിഷയം. അതിനു മുമ്പ് അന്ത്യകാലത്ത് മഹാവ്യാധികൾ വരുമെന്ന് യോഹന്നാനല്ല പറഞ്ഞിരിക്കുന്നത്, യേശുവും പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 11-ാമത്തെ വാക്യം. അഥവാ പെസ്റ്റിലൻസ്, പകർച്ചവ്യാധി. ലൂക്കോസ് 21:11 വായിച്ചാട്ടെ. വലിയ ഭൂകമ്പവും 2000 മഹാവ്യാധികളും. ഇത് വരാൻ പോവുക. 2021 ഇപ്പൊ കോവിഡാ വരാൻ പോകുന്ന ഭൂകമ്പ, ക്ഷാമം. അടുത്തതാ നമ്മുടെ പ്രശ്നം മഹാവ്യാധികളും. മഹാവ്യാധി ഉണ്ടാകും. അവിടെ ഉണ്ടാകും. ഇതല്ല ഈറ്റ് നോവിന്റെ ആരംഭം. വരവിന്റെ ഗർഭിണിക്ക് പ്രസവവേദന, ലേബർ പെയിൻ വരുന്നില്ല. അടുത്തത് അടുത്ത വാക്യവും കൂടെ. അവിടെ ഉണ്ടാകും ഭയങ്കര കാഴ്ചകളും. ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാവും. ഇന്നലെ എങ്ങാണ്ടൊക്കെ കോട്ടയത്തോ പാലയിലോ എവിടൊക്കെ ആകാശത്തിൽ സ്റ്റാർ കണ്ടെന്നോ ഡയമണ്ട് കണ്ടെന്നോ ഒക്കെ പറയുന്ന കേട്ടു. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. സുഹൃത്ത്, ഭയങ്കര കാഴ്ചകൾ ആകാശത്തിൽ കാണുമെന്ന്. ഇത് കണ്ടിട്ട് പലരും പറയുന്നുണ്ട് ഇപ്പൊ വരുമെന്ന്. അങ്ങനൊന്നും കൊച്ചിക്കാരെടുത്തിയാടി കളയല്ലേ. ഇതൊക്കെ വരവിന്റെ ലക്ഷണങ്ങളായിട്ടേ ഉള്ളു. കാര്യങ്ങളെ ഗവനിച്ചിരിക്കണം. കണ്ടോ, ഇത് യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷ AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഹല്ലേലൂയ കാൽവരിയുടെ കൊലക്കളത്തിൽ പരമയാഗമാകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് സംഭവിച്ചതാ യുഗാന്ത്യ പ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട്. മാത്യു ചാപ്റ്റർ 24, മാർക്ക് ചാപ്റ്റർ 13, ലൂക്ക് ചാപ്റ്റർ 21. അതിൽ 11 ഇത് വായിച്ചത്. ഇതേ മഹാവ്യാധി റിവേഴ്സ് കൊണ്ടുവരുമ്പോൾ വെളിപ്പാടിൽ കാണുന്നുണ്ട്. പത്മോസിലെ കാരാഗ്രഹ സമമായി സഭയെടുക്കപ്പെട്ടാൽ യോഹന്നാനോട് മേലാൽ സംഭവിക്കാനുള്ളതിനെ പറ്റി, ഇന്നത്തെ മഹാവ്യാധിയെ പറ്റി. ഇൻസ്റ്റന്റ് ഡെത്ത്. നമ്പർ 1 യെരുശലേം ദൈവാലയം, നമ്പർ 2 തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ, നമ്പർ 3 GST വാറ്റ്, നമ്പർ 4 ഇൻസ്റ്റന്റ് ഡെത്ത്. കർത്താവിന്റെ വരവിന് മുമ്പ് ലോകത്തിൽ മരണങ്ങൾ നടക്കും. ഇത് സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള സംഭവങ്ങളെങ്കിലും നിഴലായി ഇപ്പോൾ അത് വന്നു കഴിഞ്ഞു. വായിക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. വെളിപ്പാട് 6-7-8 വാക്യങ്ങൾ. ശ്രദ്ധയോടെ ദൈവദാസൻ വായിക്കുന്നത്. 6 വാക്യം വായിക്കും. 3-ാമത്തെ വാക്യം. വെളിപ്പാട് 6-7-8 വാക്യങ്ങൾ വായിച്ചാൽ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. യോഹന്നാൻ ഞാൻ കേട്ടു.
കേട്ടു. അടുത്തത്, അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. ഇവിടെ ദൈവജനം ബൈബിള് ശ്രദ്ധയോടെ. ഒന്നാമത് വെള്ളക്കുതിര, സമാധാനത്തിന്റെ പെറുമോടി, യഹൂദന്റെ സിനഗോഗ്. 2 ചുവന്ന കുതിര, മനുഷ്യൻ അന്യോന്യം കൊല്ലാൻ ലൈസൻസ് വിത്ത് ആറ്റമിക് വെപ്പൺ. നമ്പർ 3 ക്ഷാമത്തിന്റെ കുതിര, കറുത്ത കുതിര, തിലാസ്, അതവന്റെ കയ്യിലിരിക്കുന്നു, 1 വൈമൻ സ്കെയിൽ. നമ്പർ 4 4ാമത് ഞാനൊരു കുതിരയെ കണ്ടു. അടുത്ത വാക്യം മഞ്ഞക്കുതിര. അടുത്തത്, അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേര്. ഇൻസ്റ്റന്റ് ഇടത്ത് മരണം എന്ന് പേർ. സെക്കൻഡ് കൊണ്ട് ലോകത്തിൽ മനുഷ്യൻ മരിക്കും. കണ്ടില്ലേ? അടുത്തത്, പാതാളം അവനെ പിന്തുടർന്നു. മഞ്ഞക്കുതിര ഗ്രീക്ക് മൂലഭാഷയിൽ ക്ലോറോസ്, വിളറി. മനുഷ്യൻ മരിക്കും, വിളറി, ചലനമില്ലാത്തവനായി. അതിലേക്ക് കോവിഡിലേക്ക് ഞാൻ കടക്കും. അടുത്തത്, പാതാളം അവനെ പിന്തുടർന്നു. എങ്ങനെ മരണം? വാളുകൊണ്ടും. നമ്പർ 1 വാൾ. അടുത്തത്, ക്ഷാമം കൊണ്ടും. കോവിഡിന്റെ പരിസമാപ്തി, 100 കോടി പേർ പട്ടിണി, ക്ഷാമം. മഹാവ്യാധി കൊണ്ടും. കോവിഡ് കൊണ്ട് തീരത്തില്ല. ഇതിന്റെ 4ാമത്തെ പോം വരുന്നതിന് ഇന്ന് രാത്രി പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം. അടുത്തത്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ 4/1 അധികാരം ലഭിച്ചു. മതി. കണ്ടില്ലേ? 4 രീതിയിൽ ഡെത്ത് ലോകത്തിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ആ കണ്ട തലമുറയോട് ഇന്ന് രാത്രി വെളിപ്പാടിൽ ഞാൻ പറയുന്നത്, 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു മഞ്ഞക്കുതിര, അതിന്റെ ക്ലോറോസ് അഥവാ ഗ്രീക്ക് മൂലഭാഷയിൽ വിളറിയ കുതിര, അതിന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. 1 വാൾ. എന്താ വാൾ? വാള് ഈ ചന്തയിൽ നിന്ന് മേടിക്കുന്ന കൊച്ചു പിച്ചാത്തി ഒന്നുമല്ല. യോഹന്നാൻ പത്മോസിൽ കണ്ട പ്രവചനത്തിന്റെ നിവൃത്തി. ആറ്റമിക് വെപ്പൺ. എവിടെ ചെന്നാലും പണ്ട് നമ്മുടെ പെന്തിക്കോസുകാരും ബ്രദറുകാരും എല്ലാം പറയും അമേരിക്ക സുന്ദരമാണ്. കണ്ടില്ലേ? പള്ളിയിൽ വെടി, സ്കൂളിൽ വെടി, പയ്യൻ തോക്കെടുത്ത് വെടി, സകലത്തിനെയും വെടി, തെരുവ് നിറയെ വെടിയ. കണ്ടോ? വാൾ കൊണ്ട്. കഴിഞ്ഞ ദിവസം UK എന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, പാസ്റ്ററെ കമ്പോളത്തിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് ആ കുരിശ് വരയ്ക്കുന്നത്, സ്വോത്രം രക്ഷപ്പെട്ടതായിട്ട്. മെട്രോ റെയിലിൽ വെടി, കമ്പോളത്തിൽ വെടി, വണ്ടിയിൽ വെടി, സകലയിടത്തും തോക്കെടുത്തങ്ങ് വെടി വെക്കുക. സ്കൂളിനകത്തും കോളേജിനകത്തും എല്ലാം. ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് വാൾ. അതിന്റെ അർത്ഥം ആറ്റമിക് വെപ്പൺ കൊണ്ട് മനുഷ്യൻ സെക്കൻഡ് കൊണ്ട് മരിക്കും. 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ. നമ്പർ 1 വാൾ കൊണ്ട്. നമ്പർ 2 ക്ഷാമം. എന്താ ക്ഷാമം? കോവിഡ് കാലത്ത് കണ്ടില്ലേ? 100 കോടി പേർ പട്ടിണി മൂലം മരിക്കും. ആ ക്ഷാമം ഇവിടെ ഉണ്ടാവുമെന്നും ചന്തകൾ മുഴുവൻ റിലയൻസ് പിടിക്കുമെന്നും അറിഞ്ഞുകൊണ്ടാ സർദാക്കന്മാരെല്ലാം ആവോ ബായി ഡൽഹി ചലാ ജായക. കണ്ടില്ലേ? സ്വോത്രം. അതുകൊണ്ടാണ് നിങ്ങൾ അറിയാതെ കൊച്ചി പോലും ഇഷ്ടം പോലെ മാള് നടന്നുകൊണ്ടിരിക്കുക. സവാളപ്പാടം, ഉള്ളിപ്പാടം എല്ലാം 4G 5G ജിയോ അടിച്ചോലെ കൊണ്ടുവന്ന് സർദാക്കന്മാർക്ക് നേരെ അറിയാം. അതുകൊണ്ട് അവൻ്റെ ചന്ത മൊത്തം മാർക്കറ്റ് പിടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാ ജാതികൾ മൊത്തം ഇളകി ഡൽഹി നിൽക്കുന്നത്. മോഡി സാറ് പോലും കുലുങ്ങിക്കൊണ്ടിരിക്കുക. വിഷമിക്കേണ്ട കാര്യമില്ല. കണ്ടില്ലേ? ക്ഷാമം. കോവിഡിന്റെ പരിസമാപ്തിയിൽ വരാൻ പോകുന്നു. നൈജീരിയയിൽ പട്ടിണി, കോങ്കോയിൽ പട്ടിണി, ഗെയ്ത്തിയിൽ പട്ടിണി. അബുദാബിക്കാരന് ഇസ്രയേലുമായിട്ട് കരാർ ഒപ്പിടാൻ തന്നെ ഒരു കാര്യമുണ്ട്. അതിന്റെ പിൻപിൽ നിങ്ങൾക്കറിയത്തില്ല. കോവിഡ് പ്രതിസന്ധി വന്നപ്പോൾ പലസ്തീനിൽ 100 കണക്കിന് പേർ മരിക്കുന്നത് കണ്ടിട്ട് അബുദാബിയുടെ ഷേഖിന് ഒരു വിധത്തിൽ വിമാനം വിടാൻ വയ്യാത്തോണ്ട് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കാൻ ട്രംപിനെ ഏർപ്പെടുത്തിയിട്ട് ഇവിടെ കരാർ ഒപ്പിടുന്നതിനും വിട്ട് 2 പ്ലെയിൻ സാധനങ്ങൾ അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടെല്ലവീവിൽ ബെൻഗൂറിയോൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൊണ്ടു ചെന്നിട്ട് പലസ്തീനിയർക്ക് വിതരണം ചെയ്തതിന് ശേഷം പാത തുറന്നു കിട്ടിയത്. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. അബ്രഹാമിന്റെ സന്തതികളുടെ ഉടമ്പടികളുടെ ലക്ഷണം. കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ 100 കണക്കിനല്ല 100 കോടി പേർ പട്ടിണി മൂലം മരിക്കും. ഇപ്പൊ നമ്മളൊക്കെ ഒരു പരുവത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. മക്കളെ, ഈ വൈറസിന്റെ 4th സ്റ്റേജ് പോയാൽ, കൊറോണയിലേക്ക് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അതിന്റെ 4th സ്റ്റേജ് പോയാൽ മനുഷ്യനെ മാത്രമല്ല ബാധിക്കുന്നത്, ഈ വൈറസ് ക്രോപ്സിനെ ബാധിച്ചാൽ, വിളകളെ ബാധിച്ചാൽ പിന്നത്തതിൽ കിട്ടാത്തൊരു കാലം വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ 100 കോടി പേർ പട്ടിണിയിലേക്ക് പോകുന്നു. സജു ചാത്തന്നൂരല്ല ഇത് പറഞ്ഞത്. യുണൈറ്റഡ് നേഷൻസ് എല്ലാ പത്രങ്ങളിലും റിപ്പോർട്ട് കൊടുത്തു. ഈ കോവിഡിന്റെ പരിസമാപ്തിയിൽ 100 കോടി പേർ മ്യൂട്ടേഷൻ വൈറസ് ആയി കഴിഞ്ഞാൽ പട്ടിണിയിലേക്ക് വീഴും. മനുഷ്യൻ മരിക്കും. എത്ര സ്ഥലത്ത് പട്ടിണി? കൊച്ചി പട്ടിണിയില്ലേ? ഒരു കുടുംബം മുഴുവൻ പട്ടിണിയിലല്ലേ? തിരുവനന്തപുരത്ത് കണ്ടില്ലേ? മണ്ണ് വരെ വാരി തിന്നു. ഡൽഹിയിൽ കൃപയാൽ നിങ്ങൾ പത്രം വായിച്ചവർക്കറിയാം, പട്ടിണി മൂലം 6 പേർ ആത്മഹത്യ ചെയ്ത വാർത്ത വരെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. ഇതാ പ്രവചനത്തിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നിവർത്തി, ഇതാ വൈശിഷ്ട്യത ബൈബിളിന്റെ. 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിര. എന്തുകൊണ്ട്? മരണം, പാതാളം അവനെ പിന്തുടർന്നു. വാൾ കൊണ്ട്, ക്ഷാമം കൊണ്ട്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ. എന്താ കാട്ടുമൃഗം? കാട്ടുമൃഗം കാട്ടിൽ നിന്നിറങ്ങുന്ന പുലിയും കാര്യമൊന്നുമല്ല. കാട്ടുമൃഗം തീവ്രവാദികൾ. ഇവിടെ കോവിഡ് ആഞ്ഞടിക്കുമ്പോഴും എത്രയോ തീവ്രവാദികൾ സുഖമായിട്ട് കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നറിയാമോ? എന്താ തീവ്രവാദികൾ? IS കേട്ടില്ലേ? താലിബാൻ കേട്ടില്ലേ? ചെച്ചിനിയ കേട്ടില്ലേ? മാവോയിസ്റ്റുകൾ കേട്ടില്ലേ? സകല തീവ്രവാദികൾ
കാട്ടുമൃഗങ്ങൾ മനുഷ്യരെ കൊല്ലും. ഇത് അന്ത്യകാലത്തിന്റെ തുടക്കം. ഇന്നല്ല ഇത് തുടങ്ങിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ കൊന്നു കാട്ടുമൃഗങ്ങൾ, രാജീവ് ഗാന്ധിയെ കൊന്നു കാട്ടുമൃഗങ്ങൾ, സിയാഉൽ ഹക്കിനെ കൊന്നു കാട്ടുമൃഗങ്ങൾ, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയെ കൊന്നു കാട്ടുമൃഗങ്ങൾ. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നു. രാഷ്ട്ര നേതാക്കന്മാർ പലരും കൊല്ലപ്പെടും അന്ത്യകാലത്ത്. AK-47 വേണ്ട, റഫാൽ വേണ്ട, യുദ്ധവിമാനം വേണ്ട, ഒന്നുമില്ലാതെ കൊല്ലുന്ന ടെക്നോളജി ഇന്ന് പലതും ലോകത്തിൽ വന്നു കഴിഞ്ഞു. ഏറ്റവും നിർണായകമായ ടെക്നോളജി, ഇന്ന് കൊണ്ടുവന്ന ടെക്നോളജിയിൽ ഏറ്റവും ലോകം മുഴുവൻ കാത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ടെക്നോളജിയാ. എന്താന്ന് വെച്ചാൽ ലേസർ ടെക്നോളജി. എന്താ ലേസർ? മനുഷ്യനെ കൊല്ലാം ലേസർ. എന്താ ലേസർ? ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, ലൈവായിട്ട് നമ്മുടെ ഗുഡ് ന്യൂസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ഈ മോൻ ഇത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നു. ജസ്റ്റ് അതിനകത്തൊരു ലേസർ ഘടിപ്പിച്ചാൽ നിങ്ങൾ പോലും അറിയത്തില്ല, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിലേക്ക് ആ റേഡിയേഷൻ ഒന്ന് വ്യാപരിച്ചാൽ, ലേസർ ഒരു ക്യാൻസറിന്റെ റേഡിയേഷനേക്കാളും തീവ്രമുള്ളത് എൻ്റെ ശരീരത്തിൽ ഒരു ലങ്സിനകത്ത് വീണ് കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് ഞാൻ മരിക്കും. പ്രസംഗിക്കുന്നവർ വിചാരിക്കും, കാണുന്ന വിചാരിക്കും പാസ്റ്റർ ഹാർട്ട് അറ്റാക്ക് അല്ല. ഏത് പരിപാടിക്കകത്ത് ലേസർ വെച്ച് മനുഷ്യനെ കൊല്ലാനുള്ള ടെക്നോളജി ഇന്ന് തീവ്രവാദികളുടെ കയ്യിലെത്തിക്കഴിഞ്ഞു. ഇൻസ്റ്റന്റ് ഡെത്ത് നമ്പർ 1. നമ്പർ 2 വരാൻ പോകുന്നു ലെറ്റർ ബോംബ്. കണ്ടോ? വിവാഹ സമ്മാനമായി ലെറ്റർ ബോംബ്. ഇത് ക്രിസ്മസിന്റെ കാലമാണല്ലോ. പണ്ടത്തെ കാലത്ത് തോമാച്ചായനും അന്നമ്മാമയും ഹാപ്പി ക്രിസ്മസ് അടിക്കും. ഒരു ലെറ്റർ വരുമ്പോൾ തുറന്നു വെക്കും, നിം നിം ഹാപ്പി ക്രിസ്മസ്. പോയി അച്ചായ. ഇതിനകത്തൊരു ലിഥിയത്തിന്റെ മൈന്യൂട്ട് ബാറ്ററി വെച്ചാൽ അച്ചായനും അമ്മാമയ്ക്ക് ആരെങ്കിലും വെറുപ്പുള്ള ഒരു ക്രിസ്മസ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നു നോക്ക്. ആ സെക്കൻഡിൽ ഒരൊറ്റയടി കാര്യം തീർന്നു കിട്ട്. രണ്ടും മരിക്കും. ലെറ്റർ ബോംബ് 2023. ഇത് 2020 ഞാൻ കൊച്ചിയിൽ പറയുന്നു. 2023 കൊച്ചിയിലെ പോസ്റ്റ് ഓഫീസിൽ മുഴുവൻ ലെറ്റർ ബോക്സിനകത്ത് ഇടത്തില്ല. സ്കാൻ ചെയ്ത ലെറ്റർ മാത്രമേ ഇവിടത്തോളൂ. പേടി. മൂന്നാമത് രാഷ്ട്ര നേതാക്കളെ കൊല്ലുവാൻ. നിങ്ങളോട് ഇന്ന് ഞാൻ വാർത്ത പറയുന്നു, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും. കൊറോണ വൈറസിനെ ഡിറ്റക്ട് ചെയ്തെടുക്കാൻ പോകുന്നു. ദിസ് ഈസ് ആൻ അൺസീൻഡ് വൈറസ്, കാണാത്ത വൈറസ്. ഇതിനെ കയ്യിലെടുത്തിട്ട് ലെറ്ററിനകത്താക്കും ദൈവദാസന്മാരെ. ആരും അറിയത്തില്ല. ഈ കാണാത്ത വൈറസ് ഒരു രാഷ്ട്ര നേതാവിനോ ഒരു VIP-ക്കോ കിട്ടുമ്പോൾ അവർ തുറന്നു നോക്കുമ്പോൾ അവരറിയാതെ കൊറോണ വൈറസ് അവരുടെ കയ്യിൽ കൂടെ വ്യാപരിക്കാൻ പോകുന്നു. കൊറോണ വൈറസിന്റെ അടുത്ത സ്റ്റേജ് ശാസ്ത്രലോകത്തെ കടത്തിവെട്ടി കാട്ടുമൃഗങ്ങൾ ഇതിനെ ഡിറ്റക്ട് ചെയ്ത് കവറിനകത്താക്കി പോസ്റ്റ് ചെയ്ത് ഇന്റർപോൾ പോലും മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യനെ കൊല്ലാൻ വരെ ഈ വൈറസ് ഉപയോഗിക്കും രാഷ്ട്ര നേതാക്കന്മാര്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞ കുതിര, വാൾ, ക്ഷാമം, മഹാവ്യാധി, ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ, തീവ്രവാദികൾ, ലെറ്റർ ബോംബ്, ലേസർ വീണ്ടും ഡിറ്റക്ട് ചെയ്യുന്ന കൊറോണയെ പിടിച്ചിട്ട് ലെറ്ററിലാക്കിയിട്ട് കൊടുത്തു വിടും. തീരാൻ പോകുന്നു. അതിലും വേഗത്തിൽ മരിക്കുവാൻ. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ 4Gയേക്കാളും ഏറ്റവും കൂടുതൽ സ്പീഡാണ് 5Gക്ക്. ഈ 5Gയുടെ റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിലും വേഗത്തിൽ മനുഷ്യന് മരണമുണ്ടാവും. ഇത് ടെക്നോളജിയൊക്കെ നല്ലതാ. അപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് നമ്പർ 1 വാൾ, ആറ്റമിക് വെപ്പൺ. ദ സെക്കൻഡ് വൺ സ്റ്റാർവേഷൻ, മനുഷ്യന് പട്ടിണി. ദ തേർഡ് വൺ ടെററിസ്റ്റ് ഗ്രൂപ്പ്, കാട്ടുമൃഗങ്ങൾ. ദ ഫോർത്ത് വൺ അതായി നടിച്ചുകൊണ്ടിരിക്കുന്ന മഹാവ്യാധി. വ്യാധിയുടെ കാലം പോയില്ലേ. പണ്ട് ആൾക്കാർ മരിക്കണമെങ്കിൽ എന്തോ വേണം? വേണ്ടിയത് വലിയ രോഗം, ക്യാൻസർ, ട്യൂമർ, ഇതെല്ലാം വേണം. എൻ്റെ പൊന്നുമക്കളെ ഇന്ന് ഇതൊന്നും വേണ്ട. 1-ാം ദിവസം OP, 2-ാം ദിവസം ICU, 3-ാം ദിവസം CCU, 4-ാം ദിവസം വെന്റിലേറ്റർ, 5-ാം ദിവസം കഴുത്തുമുട്ടത്തൂടൊരു പാട്ട്, ലോകെ ഞാൻ എന്നെ ഓട്ടം തികച്ചു. സ്വോത്രം. തോപ്പുംപടിയിലെ തമ്പിച്ചാന് പറ്റിയത് എന്തുവാ? ക്യാൻസറും ട്യൂമറും ഒന്നുമല്ല. അടിച്ച് ഏതാണെന്നറിയാമോ? ചിക്കൻ, മഞ്ഞ, കരിമ്പനി, തക്കാളിപ്പനി, H1N1. ഏതൊക്കെയാ? പണ്ടത്തെ അപ്പച്ചന്മാർ പെൺപിള്ളേർക്ക് പേരിടുന്ന മറിയാമ്മ, ചിന്നമ്മ, തങ്കമ്മ, പൊന്നമ്മ. എവിടുന്ന് വന്നെന്നറിയത്തില്ല. സകല രാജ്യത്ത് മഹാവ്യാധി. H1N1, പന്നിപ്പനി, എലിപ്പനി, കരിമ്പനി, തക്കാളിപ്പനി. അമേരിക്കയിലില്ലേ മസ്തിഷ്കത്തിന്റെ തലച്ചോറിലടിക്കുന്ന വൈറസ്? ആഫ്രിക്കയിലില്ലേ സവാളയല്ല വില കൂടുതൽ എംബോള? ആഫ്രിക്കയിൽ തീർന്നില്ല. സൗദി അറേബ്യ കയറിയില്ലേ സാർസ്, മെർസ്? കൊച്ചു കേരളത്തിൽ അടിച്ചില്ലേ 2009 ചിക്കൻ ഗുനിയ? സ്വോത്ര. പല അമ്മാമ്മമാർ ഇപ്പോഴും ബസ്സിൽ കയറി പറയത്തില്ലേ കണ്ടക്ടറോട്, സാറേ പണ്ട് ചിക്കൻ ഗുനിയ അടിച്ചാൽ ഇപ്പോഴും റെഡി ആയിട്ടില്ല. സ്വോത്ര. അതുവരെ അടിച്ചു കഴിഞ്ഞു. തീർക്കുന്ന മഹാവ്യാധി ലോകത്തിൽ വന്നു കഴിഞ്ഞു. തിരുവചനത്തിലെ എല്ലാ പ്രവചനങ്ങളും കണ്ടൊരു തലമുറയോട് ഇന്ന് രാത്രി ഞാൻ വചനം സംസാരിക്കുന്നത്. ഇത് അവസാനത്തെ തലമുറയാ. കൊച്ചിൻ പെന്തക്കോസ് അസംബ്ലിയെ ഇതിനകത്തിരിക്കുന്ന ലോകരാജ്യങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മാധുര്യമേറിയ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഇന്ന് രാത്രി ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, 90% പേര് ശവപ്പെട്ടിക്കകത്ത് പഞ്ഞിയിൽ വെച്ച് പരിപ്പോടെ നിന്ന് സെമിത്തേരി പോകുന്നതിന് മുമ്പ് ഈ തലമുറയിൽ ഈ പ്രവചനം കണ്ട മക്കളെ ചേർക്കുവാൻ എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും.
അതുകൊണ്ടാ ജങ്കേറി എന്ന് പറയുന്നത്. H1N1 ഒക്കെ പോയി മക്കളെ. അടുത്തവൻ വന്ന് അടുത്തവന്റെ പേര് മോട്ടോ നെർവസ് സിൻഡ്രോം. കേട്ടോടാം, എന്താ മോട്ടോ നെർവസ് സിൻഡ്രോം? ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് ഞാൻ 75 കിലോ തൂക്കം. ആഫ്റ്റർ 14 days മൈ ബോഡി വെയിറ്റ് ഈസ് കമ്മിങ് 13 kg. അസ്ഥി ചുരുങ്ങും. നേഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, കൈക്കകത്തൊരു ക്യാനില പോലും ഇടാൻ പറ്റത്തില്ല. മനുഷ്യൻ അസ്ഥിയോട് പറ്റിച്ചേർന്ന് മരിക്കുന്ന മഹാവ്യാധി. കൊറോണ കേസ് അടിക്കാൻ പോകും. മോട്ടോ നെർവസ് സിൻഡ്രോം. വെല്ലൂർ CMC, അതുപോലെ ഡൽഹി എയിംസ് 100 കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. കൊച്ചി ലക്ഷറിലും വന്നു കഴിഞ്ഞു. മനുഷ്യൻ അസ്ഥിയോട് ചേർന്ന് മരിക്കുന്ന കാലം. വാഴയില, പച്ച വാഴയിലയ്ക്ക് നല്ല ചൂട്, അതുപോലെ നല്ല ചൂടാ നിൽക്കും. വെയിലടിക്കുമ്പോൾ ചുരുങ്ങുന്ന പോലെ മനുഷ്യൻ അസ്ഥിയോട് പറ്റിച്ചേർന്ന് മരിക്കുന്ന കാലം. മഹാവ്യാധി. തീർന്നില്ല. കൂടുതലൊന്നും വേണ്ട. ഇനി ആൾക്കാർ വെള്ളം കുടിച്ച് മരിക്കും. സ്വോത്രം. വെള്ളത്തിനകത്തൊരു ബാക്ടീരിയ ഇറങ്ങി. അവൻ്റെ പേരാ ക്രോമിയം ബെർലിയം വൈറേഷ്യം. കേരളത്തിലും ഇന്ത്യയിലും കുടിവെള്ളത്തിനകത്ത് ഇറങ്ങി. യവൻ അടിച്ചു കഴിഞ്ഞാൽ, ഞാനല്ല പറഞ്ഞത്, ശവം വെയിലത്തിട്ടാൽ 2 ദിവസം കഴിഞ്ഞാൽ അളിയും, അതല്ലെങ്കിൽ പൊടിയും. അതിനകത്ത് നിന്നൊരു പ്രത്യേക വൈറസ് ഇറങ്ങും. അത് കേരളത്തിലെ വൈറസ്. അത് ഇറങ്ങിക്കഴിഞ്ഞു കുടിവെള്ളത്തിനകത്ത്. പേടി. അവൻ്റെ പേരാ ക്രോമിയം ബെർലിയം വൈറേഷ്യം. പൂജപ്പുര രാജീവ് ഗാന്ധി സെന്റർ ബയോടെക്നോളജി കൊടുത്തു കഴിഞ്ഞു. വെള്ളം മുഴുവൻ ചെക്ക് ചെയ്തില്ലെങ്കിൽ വെള്ളം കുടിച്ചു മനുഷ്യൻ മരിക്കുന്ന കാലം. മഹാവ്യാധി. ക്രോമിയോ ബെർലിയം വൈറേഷ്യം. തീർന്നില്ല. ഈ മഹാവ്യാധി എവിടത്തേക്ക് ചെല്ലും? മൃഗങ്ങളിലേക്ക്. തീർന്നില്ലേ? ഇത് എവിടുന്ന് വരുന്നു? കൊതുക് കൊല്ലത്തില്ലേ? മനുഷ്യനെ കൊല്ലത്തില്ലേ? സ്വോത്രം. ഈ ചിക്കൻ കുനിയ വന്നു. എല്ലാവരും ആശുപത്രി പോയി. ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം എന്താ ടെസ്റ്റ്? പണ്ട് പനിയാന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്തോ കൊടുക്കും, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കും. ഇപ്പോൾ ഉടനെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക? പ്ലേറ്റ്ലെറ്റ് എടുക്കണം. പ്ലേറ്റ്ലെറ്റ്. സ്വോത്രം. ഷോറൂമിൽ ഇരിക്കുന്ന പ്ലേറ്റ് എല്ലാം എടുക്കുന്നത്. അച്ഛൻ്റെ ബ്ലഡിൻ്റെ RBC WBC എല്ലാം എടുക്കണം. സ്വോത്രം. അപ്പം അറിയാം ചിക്കനാന്നോ പന്നിയാന്നോ ഏത് തക്കാളിയാന്നോ. അന്നേരം ചിക്കനാന്ന് ഒരു പേര് പറയും. ഈഡിസ് ഈജിപ്റ്റാ. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ഈഡിസ് ഈജിപ്റ്റ ബൈബിളിനകത്തുണ്ടോ? ഇങ്ങനെ തേനീച്ച മനുഷ്യനെ റെഡിയാക്കി കൊതുക് കൊല്ലും. ക്യൂലക്സും അനാഫിലസുമല്ല, കൊതുകിനകത്ത് നിന്ന് മനുഷ്യന്റെ കൗണ്ട് കുറയ്ക്കുന്ന പ്രത്യേക കൊതുക് അന്ത്യകാലത്ത് ഇറങ്ങി വരുമെന്ന് ബൈബിളിനകത്ത് വായിക്കാം. യെശയ്യാ പ്രവചനം. ഇതെല്ലാം ബൈബിളിലുണ്ട്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 7:18. അന്നാളിൽ യഹോവ മിസ്രയീമിലെ നദികളുടെ അറ്റത്ത് നിന്ന് മിസ്രയീമിലെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും മതി. ആ കൊതുകിന്റെ പേരാ കൊച്ചി ലാബിൽ ചെല്ലുമ്പം നിങ്ങളോട് പറയുന്ന കൊതുക്. ഈഡിസ് കൊതുകിന്റെ പേര്. ഈജിപ്റ്റ്, മിസ്രയീം. എവിടുന്ന് വന്നെന്ന് ആർക്കും അറിയത്തില്ല. അന്നാളിൽ യഹോവ മിസ്രയീമിന്റെ നദികളുടെ അറ്റത്ത് നിന്ന് ചിക്കൻ കുനിയ പടത്തുന്ന കൊതുകിനെ 2009 കേരളത്തിലെത്തിച്ചു. പേര് ലാബുകാർ കഴിയാം. ഈഡിസ് ഈജിപ്റ്റ്. അടുത്ത ഒരു അവറാച്ചായനും വരുന്നുണ്ട്. അവന്റെ പേര് വായിക്കാം. അടുത്തത് തേനീച്ച. വായിക്കാം. അശൂർ ദേശത്ത് നിന്ന് തേനീച്ചയെയും ചൂള കുത്തി വിളിക്കും. അന്ത്യകാലത്ത് AK-47 വേണ്ട, ബോഫോഴ്സിന്റെ റൈഫിൾ വേണ്ട, ഇസ്രായേലിന്റെ മിസൈൽ വേണ്ട, ക്ലസ്റ്റർ ബോംബ് വേണ്ട. സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യനെ ന്യായം വിധിക്കാൻ, നദികൾക്കകത്ത് വെള്ളത്തിനകത്തുകൂടി അവന്റെ ന്യായവിധി നടത്താൻ കൊതുകിനെ അയക്കാൻ, വെള്ളത്തിനകത്ത് വൈറസിനെ വിടാനെല്ലാം ദൈവത്തിനറിയാം. കണ്ടോ? പണ്ടിത് പ്രസംഗിക്കാൻ വല്ലവരും നടക്കോ? ആറ്റിങ്ങൽ കണ്ടില്ലേ? രാവിലെ തോമാച്ചായൻ നടക്കാൻ ഇറങ്ങി. കുണ്ടുകാട് സാബുവും വേണ്ട, ഓം പ്രകാശും വേണ്ട, തമ്മനം ഷാജിയും വേണ്ട. അച്ചായനെ 750 തേനീച്ച ശരിയാക്കി. സ്വോത്രം. അന്നാളിൽ യഹോവ മിസ്രയീമിന്റെ അറ്റത്ത് നിന്ന് കൊതുകിനെയും തേനീച്ചയും ചൂളം കുത്തി വിളിക്കുന്ന കാലം. കൊതുക് മനുഷ്യനെ കൊല്ലും, തേനീച്ച മനുഷ്യനെ കൊല്ലുമെങ്കിൽ ഈ വാക്യങ്ങൾ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. വാതിലുകൾ അടയാൻ കാലമായി. സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ വരുവാൻ കാലമായി. ഇന്ന് രാത്രി കൊച്ചിൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഒരിക്കൽ കൂടി ലോകമാസകല മീഡിയയിൽ കൂടി ഞങ്ങളെ കാണുന്ന കുഞ്ഞുങ്ങളെ, കാലം തീരാറായി. നമ്മുടെ ആത്മനാഥ് മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഞങ്ങളെപ്പോലുള്ള ഒരു ചങ്കുകരി പറയുന്നത് പണത്തിനോ അധികാരത്തിനോ ഒന്നുമല്ല. അവസാന തലമുറയായത്. നീ രക്ഷാനിർണയം പ്രാപിച്ച് മടങ്ങി വരുന്നില്ലെങ്കിൽ വരുവാനിരിക്കുന്ന ന്യായവധിക്കകത്ത് ഭൂമിയുടെ കീഴെ പാതാളത്തിനകത്ത് ഇയ്യോബ് എഴുതി വച്ചിരിക്കുന്നു. കൊത്തിവലിക്കുന്ന പാമ്പുകളുണ്ട്, ഇരുമ്പ് ചാകാത്ത ഹല്ലേലൂയ പുഴുക്കളുണ്ട്, കെടാത്ത തീയുണ്ട്. മകനെ മകള്, നീ അതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാ കാലത്തിന്റെ അവസ്ഥയ്ക്കകത്ത് ഇന്നത്തെ ജനത്തിന്റെ ഉണർവിന് വേണ്ടി ഇത് പറയുന്നു. മനുഷ്യനെ പിടിക്കുന്ന H1N കൊതുകും തീർന്നില്ല, തേനീച്ച
പ്രചരിപ്പിച്ച ഇനി പക്ഷികളിലേക്ക് ബേഡ് ഫ്ലൂ. എന്താ? തമിഴ്നാട്ടിൽ കോഴികളെ കൂട്ടിയിട്ട് കൊല്ലുന്നു. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്കറിയാം, താറാവിനെ കൊല്ലുന്നു. 2022 കൊച്ചിക്കാരോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ തത്തയെ വളർത്തണമെങ്കിൽ മുനിസിപ്പാലിറ്റിന്ന് പെർമിഷൻ മേടിക്കണം, മൃഗ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് മേടിക്കണം. തത്തയുടെ വായിലെ ഒരു ഫ്ലൂ നിങ്ങളുടെ മേളിലടിച്ചാൽ ബേഡ് ഫ്ലൂ. അച്ഛൻ അന്നേരം തൊണ്ടവേദന, പിന്നെ നിമോണിയ, പിന്നെ സെമിത്തേരി തീരാൻ പോകുന്നു. ബേഡ് ഫ്ലൂ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നു. കണ്ടില്ലേ? പഴയ കാലത്ത് ഞാനൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. 2 മിനിറ്റ് കേട്ടിട്ട് വേഗത്തിൽ അവസാനിപ്പിക്കാം, കോവിഡിലേക്ക് വരാം. ഞാനൊരു ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ ഒരിക്കൽ യോഗം കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ ബസ് ഇറങ്ങി ഞാൻ പോകുമ്പോൾ എൻ്റെ പരിചയത്തിലുള്ള പൊന്നച്ചായൻ 2 പറങ്കാവ് മുറിക്കുന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞങ്ങളുടെ നാട്ടുകാരെല്ലാം റബ്ബർ വെച്ച് പരിപാടിയായി, എന്തിനായി പറങ്കാവ് മുറിക്കുന്ന? ഉടനെ എന്നോട് ചോദിക്കുക, പാസ്റ്റർ ഞാൻ മരിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ പറയാം, അച്ഛൻ ദീർഘായുസോടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വോത്രം. അപ്പോൾ പറയാ, എന്താ വിഷയം? ഇന്നലെ രാത്രി 2 വവ്വാൽ ഇതിനകത്തിരുന്നെന്ന്, അതുകൊണ്ടാണ് പറങ്കാവ് മുറിക്കുന്നത്. കാര്യം പോയി. നിപ്പ. സ്വോത്രം. വവ്വാല് പറങ്കാവെ കയറി, അച്ഛൻ്റെ കാര്യം പോയെന്ന്. സ്വോത്രം. ആരും വേണ്ട. മഹാവ്യാധി, പശുവിന് വരെ രോഗം, മാൾട്ട വൈറസ്. മൃഗങ്ങളെപ്പോലും കൊന്നുകളയുന്ന വൈറസ് 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കാണും. പച്ചയ്ക്ക് ഇങ്ങനെ വീണ് മൃഗം മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകാം. മഹാവ്യാധി. കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചു. 4ാമതിനെ പൊട്ടിച്ചപ്പോൾ now the situation is going pandemic. ആ പാൻഡമിക് സിറ്റുവേഷൻ വന്നു. കോവിഡ്-19 പരിസമാപ്തി ഞാൻ കുറിക്കുമ്പോൾ അവസാനിപ്പിക്കും. എന്താ കോവിഡ്-19? 1800 ഇവിടെ ലോകത്തിൽ ഒരു പ്രത്യേക ഒരു സാധനം വന്നു, അതിൻ്റെ പേരാ പ്ലേഗ്. വല്ലവരും അത് കേട്ടിട്ടുണ്ട്? 1800 ഓരോ 100 വർഷം കൂടുമ്പോഴും ഒരു സംഭവം വരും. 1800 വന്ന് പ്ലേഗ്. 1917 വേറെത്തം വന്നു, അവൻ്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. 5 കോടി പേരുമായിട്ടാ പുള്ളിക്കാരൻ പോയത്. 1920 വാക്സിൻ. നൗ 2020 is going. ഇതെവിടുന്ന് വന്നു? കോവിഡ്. ശ്രദ്ധയോടെ ഇരിക്കണം. ഇത് പന്നിന്നും പൂച്ചയെന്നും എലിയെന്നും ഒന്നും വന്നതല്ല. 2018 ചൈനയിലെ 3 സിറ്റികളെ, ഒന്ന് ഷാങ്കായ്, അടുത്ത പീക്കിങ്, അടുത്ത ബെയ്ജിങ്, അത് കഴിഞ്ഞ് 4ാമത്തെ മേജർ സിറ്റിയുടെ പേരാ വുഹാൻ. വുഹാനകത്ത് ഒരു ലാബ് കൊണ്ടുവന്നു ആർട്ടിഫിഷ്യലായിട്ട് വൈറസിനെ ഉണ്ടാക്കാൻ. ആർട്ടിഫിഷ്യലായിട്ട് ലോകത്തിൽ ആദ്യത്തെ വൈറസിനെ ഉണ്ടാക്കിയത് യഹൂദന. അവനത് പ്രിസർവ് ചെയ്യാൻ അറിയാം. അത് കണ്ടിട്ടാ ചൈനക്കാരെ ഉണ്ടാക്കിയത്. 1ഉം 2ഉം രാജ്യമല്ല ചൈനയ്ക്ക് ബോർഡർ. 14. ജപ്പാനുണ്ട്, റഷ്യയുണ്ട്, തായ്ലൻഡ് ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, ഇന്ത്യ ഉണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്. യവന്മാരെല്ലാം കൂടെ കമ്പോളത്തി കള്ളനെ പിടിച്ച എല്ലാവരും ഇടിക്കുന്ന പോലെ ചൈന ഇടിച്ച് അവൻ തീരും. ചൈനയിൽ ഏകാധിപതി ഇന്നത്തെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞ്, ആരെങ്കിലും വഴക്കുണ്ടാക്കി അതിർത്തി കൊണ്ടുവന്ന് കുപ്പിന്ന് സ്പ്രേ അടിക്കുന്ന പോലെ തുറക്കാൻ വേണ്ടി സാധനം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ ഉണ്ടാക്കിയ പാൻഡമിക് വൈറസ് ആ കോവിഡ്-19 കട്ടകാലത്തിന് അവിടെ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2019 ഒക്ടോബർ മാസത്തിൽ പിൻപിൽ ഒരു കഥയും കൂടെ. 2018 മുതൽ ചൈനയിലെ ഷീ ജിൻപിങ് ഒരു കാര്യം പറഞ്ഞു, യേശുവിനെ ആരാധിക്കുന്ന കൂട്ടങ്ങൾ മുഴുവൻ ലൈസൻസ്, സ്നാനം നടത്താൻ പറ്റത്തില്ല, പകൽ ആരാധന. ചൈനയിൽ ബൈബിള് കണ്ടാൽ 6 മാസം അവന് കഠിന തടവ്. തീർന്നില്ല. എവിടെങ്കിലും ഒരു യോഗത്തിൽ പ്രസംഗിക്കണമെങ്കിൽ ആ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് കാര്യം എഴുതി മതകാര്യ ഉപദേഷ്ടാവിന് കൊടുക്കണം. സ്വർഗത്തിലെ ദൈവം വിചാരിച്ച് എന്നോട് അവൻ മറുതലിച്ചാൽ, ഇന്ന് രാത്രി വചനം കേൾക്കുന്നവര്, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്നത് ദൈവത്തിന്റെ വചനം. അതിനോട് റഷ്യക്കാരൻ മറുതലിച്ചാലും ചൈനക്കാരൻ മറുതലിച്ചാലും ആരും മറുതലിച്ചാലും അവൻ ന്യായവിധിക്ക് വിധേയമാകും. സ്വോത്രം. യഹൂദ സാധാരണ പുള്ളിയല്ല, അവൻ സുധിക്കുന്നവനാ. അവൻ്റെ ലാഭം ഇത് പ്രിസർവ് ചെയ്യാൻ അവൻ അറിയാം. ചൈനയിൽ 2019 നടന്ന ഒക്ടോബറിൽ, ആഗസ്റ്റിലാണ് കൽപ്പന കൊടുത്തത്. രാത്രിയിലെ സ്നാനം, പകൽ സ്നാനമില്ല. ദൈവദാസന്മാരെ അവരെ പിടിച്ചകത്താക്കി കളയും. അത് കഴിഞ്ഞിട്ട് 2019 ഒരു പെങ്കൊച്ച് ഇത് പരീക്ഷ നടത്തിക്കൊണ്ടിരുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് ഒന്ന് പൊട്ടി അവളുടെ ശരീരത്തിലോട്ട് ഇത് കയറി. ആ കയറിയത് അവൾ പോലും അറിഞ്ഞില്ല. ടെസ്റ്റ് ട്യൂബ് അടച്ചു. പക്ഷേ അവൾ വുഹാൻ മാർക്കറ്റിൽ പോയി. മാർക്കറ്റിലെ ചന്തയ്ക്കകത്തുനിന്ന് വരുന്ന വൈറസ് നോവൽ കൊറോണ വൈറസ്. അതിൻ്റെ 1ാം ഘട്ടം പുതിയ വൈറസ് നോവൽ കൊറോണ. 14 ദിവസത്തെ ക്വാറന്റൈൻ. 2ാമത്തെ ഘട്ടമായി കോവിഡ്-19 പ്രത്യേകത 40 ദിവസം കൊണ്ട് വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യും, മാറും. അവൻ്റെ ഘടന മാറും. കണ്ടില്ലേ? കേരളത്തിൽ ആദ്യം വൈറസ് അടിച്ച് അധികം മരണമില്ലായിരുന്നു. പക്ഷേ പിന്നത്തതിൽ മരണം സംഭവിച്ചു. മ്യൂട്ടേറ്റ് ദ വൈറസ്. തണുപ്പിനകത്ത്, പ്ലെയിനകത്ത് -40 ഡിഗ്രി 70 ഡിഗ്രി ഏതിനകത്തും മ്യൂട്ടേറ്റ് ചെയ്യുന്ന സാധനമായി അവൻ്റെ 2ാം ഘടന കോവിഡ്-19 അല്ല, ആദ്യത്തത് നോവൽ കൊറോണ. ദ സെക്കൻഡ് സ്റ്റേജ് കോവിഡ്-19. ദ തേർഡ് സ്റ്റേജ് ഇന്ന് ആരും അറിയത്തില്ല. കുഴഞ്ഞു വീണ് ലേക്ക് ഷോറിലോ ലെസിയിലോ മെഡിക്കലിലോ ചെല്ലുമ്പോഴാ ഒരു സ്രവം എടുക്കുമ്പോൾ അറിയുന്നത്. തേർഡ് സ്റ്റേജ് കോവിഡ്-19. തേർഡ് സ്റ്റേജ് എന്താ?
ശരീരത്തിൽ നമ്മുടെ ബ്ലഡ് ഉണ്ട്. സയൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, സ്ത്രീയുടെ ശരീരത്തിൽ 5.5, പുരുഷന്റെ ശരീരത്തിൽ 6 വരെ കണ്ടേക്കാം. ഈ 6 ലിറ്റർ രക്തത്തിനകത്ത് ഓടിക്കാൻ ഒരു സംവിധാനമുണ്ട്. അവന്റെ പേര് ബ്ലഡ് ഓക്സിജൻ. മെഡിക്കൽ സയൻസ് ഈ ബ്ലഡ് ഓക്സിജനെ സർക്കുലേറ്റ് ചെയ്യാതെ കാർട്ടിന്റെ അവിടെ വേലി കെട്ടുമ്പോഴാ കോവിഡ് മൂലം അച്ചായ ന്യൂമോണിയ ആയിട്ട് നെഞ്ചുവേദന വെന്റിലേറ്ററിൽ വീഴുന്നത്. ഇതാ സയൻസ്. ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി ചൈന ആറ്റം ബോംബ് ക്ലസ്റ്ററും ഇല്ലാതെ ഇത് തുറന്നു വിട്ടു കഴിഞ്ഞാൽ മ്യൂട്ടേറ്റ് ചെയ്യാം. നമ്പർ 1 നോവൽ കൊറോണ, നമ്പർ 2 COVID-19, നമ്പർ 3 മ്യൂട്ടേറ്റ് ദ വൈറസ്, കട്ട് ദ ബ്ലഡ് വാൾസ്, ഇൻസ്റ്റന്റ് ഡെത്ത്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞ കുതിരയെ കണ്ടു. പാതാളം അതിനെ പിന്തുടർന്നു. മരണമെന്നതിന് പേർ. വാൾ കൊണ്ട്, ക്ഷാമം കൊണ്ട്, മഹാവ്യാധി കൊണ്ട്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ അവന് കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചെങ്കിൽ ഇത് കണ്ണുകൊണ്ട് കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. കൊച്ചിൻ പെന്തക്കോസ്ത് അസംബ്ലിയെ ഒരിക്കൽ കൂടി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ചൂളമടി തുടങ്ങി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. നമ്പർ 4 നിർത്താൻ പോവാ. നമ്പർ 4ലേക്ക് വന്നാൽ സംഭവിക്കുന്നത് ഇത് മനുഷ്യലോകത്തെ ബാധിച്ചിട്ടുള്ള പാസ്റ്റർമാരെ, അടുത്ത ഫെബ്രുവരി കഴിയുമ്പോൾ ലോകത്തിൽ 3 കിങ്ഡം. നമ്പർ 1 ഹ്യൂമൻ കിങ്ഡം, നമ്പർ 1, 2 പ്ലാന്റ് കിങ്ഡം, നമ്പർ 3 അനിമൽ കിങ്ഡം. മൃഗങ്ങളിലേക്ക് വരാൻ പോവുക. 4th സ്റ്റേജിൽ മ്യൂട്ടേറ്റ് ചെയ്താൽ ഈ വൈറസ് ചെടികളിലേക്ക് ഇത് അടിക്കാൻ പോവുക. കൃഷിഫലങ്ങളെ മുഴുവൻ അവൻ തീർക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ലോകാരോഗ്യ സംഘടന പറയുന്നത് കോവിഡിന്റെ പരിസമാപ്തിയിൽ പട്ടിണി തീരാൻ പോകുന്ന ഉലകം. പണ്ടങ്ങാണ് ഇത് പ്രസംഗിച്ച വല്ലവർക്കും അറിയാമോ? ഈ ഒരു മഹാവ്യാധി നമ്മളെല്ലാം വീട്ടിൽ ഇരിക്കുമോ? കൊച്ചി സബ് രജിസ്ട്രാർ അടയ്ക്കുമോ? മുനിസിപ്പാലിറ്റി അടയ്ക്കോ? KSRTC അടയ്ക്കോ? ബൈബിളിനകത്ത് ഇത് വല്ലതും എഴുതിയിട്ടുണ്ടോ? വായിക്കാൻ പാസ്റ്റർ സക്കറിയ പ്രവചനം, ക്വാറന്റൈൻ, ലോക്ക്ഡൗൺ എല്ലാം എഴുതിയിട്ടുണ്ട്. വായിക്കാൻ സക്കറിയ പ്രവചനം അതിന്റെ 7-ാം അധ്യായം 18-ാമത്തെ വാക്യം. നാട്ടുകാരെ കേട്ടെ, സക്കറിയ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ, സക്കറിയ പ്രവചനം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. സക്കറിയ 8:10 വായിക്കാം. അന്നാളിൽ ഈ കാലത്തിന് മുൻപേ മനുഷ്യന് കൂലിയില്ല. എല്ലാ ഫാക്ടറികളും അടച്ചിടും. നിങ്ങളെല്ലാം പച്ചക്കിറ്റ് മേടിച്ച് തിന്നോണ്ടിരിക്കുകയെന്ന്. മനുഷ്യനും കൂലിയില്ല. മൃഗത്തിന് കൂലിയില്ല. പശുവിന്റെ പാല് കറന്നിട്ട് പാലക്കാട് വെള്ളത്തിൽ കണക്കിന് ഒഴുക്കിയത് നിങ്ങൾ കണ്ടതാ. എല്ലാം അടച്ചിട്ട്. അടുത്തത് മൃഗത്തിന് കൂലിയില്ല, മനുഷ്യനും കൂലിയില്ല, ജോലിയില്ല. അടുത്തത് പോക്കുവരത്ത് ചെയ്യുന്നവന്. മുനിസിപ്പാലിറ്റി, കൊച്ചി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അടഞ്ഞു കിടന്ന ഒരു ബില്ല് പോലും കൊടുക്കാൻ പറ്റിയില്ല. സ്വത്രം കണ്ടില്ലേ പോക്കുവരത്ത്. ഇതാ പ്രവചനം. അടുത്തത് വൈരി നിമിത്തം സമാധാനവുമില്ല, ഒരു കാര്യവും നടക്കത്തില്ല. അടുത്തത് ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ തമ്മിൽ വിരോധമാക്കിയിരുന്നു. അതാ COVID-19. അതാ ഇപ്പൊ തങ്ങളി വിരോധം. ആരാ? ട്രംപും ജോ ബൈഡനും. ആര് വരട്ടെ? അമേരിക്കയുടെ മൈക്കൽ പോംബെ പറയുന്നത് യവനെ ഞങ്ങൾ ശരിയാക്കുമെന്ന്. ചൈനയുടെ ബോറിസ് ജോൺസൺ 14 ദിവസം ICU കിടന്ന പുള്ളിക്കാരൻ പറയുന്നത് യവനെ വിടത്തില്ലെന്ന്. കാനഡയുടെ ഉപപ്രധാനമന്ത്രി പറയുന്നത് യവനെ ശരിയാക്കുമെന്ന്. ഇന്ത്യയിലെ മോഡി സാർ ഇവരെല്ലാം കൂട്ടുപിടിച്ച് കോവിഡിന്റെ പരിസമാപ്തിയിൽ മനുഷ്യൻ തങ്ങളിൽ കണ്ടോ. ലോക രാജ്യങ്ങൾ 2 ചേരിയിൽ വരാൻ പോകുന്നതിന്റെ നിവർത്തിയായി ഈ ക്വാറന്റൈനും ലോക്ക്ഡൌണിനും കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവദാസനാകുന്ന ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പ്. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ അങ്ങ് പരീക്ഷിക്കുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇന്ന് രാത്രി കൊച്ചിൻ പെന്തക്കോസ്ത് അസംബ്ലി ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ എന്റെ നാഥൻ വരാറായി. Within 5 minutes I will wind up the message. എന്താ കാര്യം? ഇന്ന് പൂന വൈറോളജിക്കും റഷ്യയിലെ സ്പുട്നിക്കിനും അമേരിക്കയിലെ മെഡോണയ്ക്കും ഫൈസറിനും നോവക്സിനും അഡ്വൈസ് കൊടുക്കുന്ന ഒരുത്തന മൈക്രോസോഫ്റ്റ്. ബിൽഗേറ്റ്സിന്റെ ഭാര്യയുടെ പേരാ മിലിൻഡ ഗേറ്റ്സ്. ആ സ്ത്രീ സാത്താനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാ. അവർ പറയുന്നു, എയർപോർട്ടിലോ ഒറ്റ സ്ഥലത്തിന് തെർമൽ സ്കാൻ വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ ഗീവ് 1 dose, സെക്കൻഡ് ടൈം ഗീവ് അനദർ ഡോസ്, ദ തേർഡ് ടൈം ഗെറ്റ് ഇറ്റ് എ QR കോഡ്. ഇതെവിടത്തേക്കാ പോകുന്നതെന്ന് അറിയാമോ? ചിപ്പിലേക്കാ പോകാൻ പോകുന്നത്.
കോവിഡിന്റെ പരിസമാപ്തിയിൽ വരാൻ പോകുന്നു കൈക്കകത്തൊരു ചിപ്പ്, അഥവാ പ്രിവെന്റീവ്. ഇപ്പം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരിച്ചറിയൽ കാർഡ്, എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കുക. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, 1 ഡോസ് 2 ഡോസ് 3 ഡോസ്, ദ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കയ്യിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പോകുന്ന QR കോഡ്. ദെൻ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13, അന്ന് ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ഇവരെല്ലാം കൈമേലോ നെറ്റിമേലോ കോവിഡിന്റെ പരിസമാപ്തിയിൽ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കൊച്ചി, നിങ്ങളെല്ലാം വീട്ടിൽ ഇരുന്നില്ലേ? 2 ചേട്ടന്മാരെല്ലാ സാധനവും കൊണ്ട് തന്നില്ലേ? ആരാ അവന്റെ പേര്? 1 ഫ്ലിപ്കാർട്ട്, 2 ആമസോൺ. കണ്ടില്ലയോ? ആരും കൊച്ചിക്കാരും കണ്ടില്ലയോ? ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആര് കണ്ട്? മഗദിയാം ബാബിലോണിന്റെ പിൻപിൽ 2021 നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത, മാർപ്പാപ്പ ഇറാഖ് സന്ദർശിക്കാൻ പോകുന്നു. വിശുദ്ധ വെളിപ്പാട് 13:7 തൊടുന്നില്ല. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം. റോമന്റെ ചക്രവർത്തിയായിരിക്കുന്ന മാർപ്പാപ്പ 2021 ഇറാഖ് സന്ദർശിക്കുന്നെങ്കിൽ പിന്നിൽ ബാബേൽ, മഗദിയാം ബാബിലോൺ. അപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നു കൈമേലും നെറ്റിമേലും ചിപ്പ്. ദാ വന്നു ആമസോണും ഫ്ലിപ്കാർട്ടും. തീർന്നില്ല. അടുത്തത് ബാങ്കിൽ പോകണോ? തോമാച്ചാനും അവറാച്ചാനും വന്നില്ലേ? ബാങ്കിൽ ആർക്കും വേണോ? നിങ്ങളുടെ മൊബൈലിനകത്ത് 3-4 അങ്കിൾ വന്നില്ലേ? ഫസ്റ്റ് അങ്കിൾ ഗൂഗിൾ, രണ്ടാമത്തെ അങ്കിൾ ഫോൺ പേ, അതിൻ്റെ പുറകെ അടുത്ത അനിയൻ വന്നു പേടിഎം. സ്വോത്രം. തോമാച്ചാനും അവറാച്ചാനും തങ്കച്ചാനും ഒരുമിച്ച് വന്നു. സ്വോത്രം. തീരാൻ പോവുക. ഇതെല്ലാം ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നെങ്കിൽ മാളിനകത്തുകൂടെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. മഗദിയാം ബാബിലോ കോവിഡിന്റെ പരിസമാപ്തിയിൽ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. ഇസ്രായേലിന്റെ നെതന്യാഹു, യഹൂദൻ ഒരിക്കലും കൈ ചിപ്പ് വെക്കത്തില്ല. ഇപ്പം നെതന്യാഹുവും ഗാൻസൂടെ പറയുന്നത് നമ്മുടെ ആൾക്കാരെല്ലാം മടങ്ങി വരുന്നു. ജനത്തെ തിരിച്ചറിയണമെങ്കിൽ യഹൂദന്റെ കയ്യിൽ പോലും അവർ വെക്കാൻ തുടങ്ങുന്നു ഷാപ്പ് അല്ലെങ്കിൽ ഹൈഷാൻ മാർക്ക്. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 മാർക്ക് നമ്മുടെ ശരീരത്ത് വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കോവിഡിന്റെ പരിസമാപ്തിയിൽ കോവിഡ് വാക്സിന് വേണ്ടി ഫൈസറും മെഡോണയും നോവാക്സും പൂനവൈറോളയും റഷ്യയിലെ സ്പുട്നിക്കുമല്ല 1-ാം ഘട്ടം 2-ാം ഘട്ടം 3-ാം ഘട്ടം വാക്സിൻ കൊണ്ടുവന്ന് QR കോഡിന്റെ പിറകെ ഒരു ചിപ്പ് നമ്മുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് ആ 2 ചിപ്പ് ഒരു ശരീരത്തിൽ വെക്കാൻ അനുവദിക്കത്തില്ല. നമ്മുടെ അകത്തൊരു ചിപ്പ് ഉണ്ട്. അത് നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ, പേടിഎം ആണോ, ഗൂഗിൾ ആണോ, ഫോൺ പേ ആണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടും. കൊച്ചിൻ പെന്തക്കോസ് ദൈവസഭ കാഹളം ധ്വനിക്ക്, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്, ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിലെടുക്കാൻ കാലമായി. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. ലോകരാജ്യങ്ങളിൽ മീഡിയയിൽ കൂടി ഞങ്ങളെ കാണുന്ന കുഞ്ഞുങ്ങളെ നെഞ്ചു കയറി ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയ ഇന്ന് വരെയും ഈ ഡിസംബറിൻ്റെ അവസാന ദിവസത്തിലെങ്കിലും നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് ഇന്ന് രാത്രി നിൻ്റെ വീട്ടിനകത്തോ വണ്ടിക്കകത്തോ മൊബൈലിനകത്തോ പ്രസംഗം കേൾക്കുന്നെങ്കിൽ ഒരു വാക്ക് നീ നെഞ്ചത്ത് കൈവച്ച് പറ, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. മോനെ മോളെ, നീ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റായി ഉയർത്തെഴുന്നേറ്റത് ഹൃദയം കൊണ്ട് വിശ്വസിക്ക്, വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത നിന്റെ പേര് രക്ഷയുടെ നിർണയത്തിലാക്കി നിന്നെ ചേർക്കുവാൻ 10,000 ദൂതന്മാരുമായി എൻ്റെ നാഥൻ വരാറായി. ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. കൊച്ചിൻ പെന്തക്കോസ് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? തീരാൻ പോവുക. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ഒരുക്കി നാഥൻ വരാറായി. ലാസ്റ്റ് സെന്റൻസ് വൈൻഡ് അപ്പ് വിത്ത് 2 minutes. വായിക്കാം. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 1 and 2. യോഹന്നാൻ 1:2 14 1 2 3. വായിച്ചാട്ട് പാസ്റ്ററെ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. 2020 കൺവെൻഷൻ ഇരിക്കുന്ന അപ്പച്ച അമ്മച്ചി, ലോകരാഷ്ട്രങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മകനെ മകളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, അപ്പച്ചന്റെ വീട്ടിൽ
അനേകം വാസസ്ഥലങ്ങളുണ്ട്. അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു മടങ്ങി വരും. ഞാൻ സ്ഥലമൊരുക്കിയാൽ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം എന്റെ യേശു മാത്രം. കൊച്ചിൻ പട്ടണം കേൾക്കട്ടെ, മട്ടാഞ്ചേരി കേൾക്കട്ടെ, പോർട്ട് കൊച്ചി കേട്ടുകട്ടെ, ഉലകത്തിലെ മകാന്മാരല്ല കല്ലറയ്ക്കകത്ത് നിദ്ര കൊള്ളുമ്പോൾ മകാനായ കാറൽ മാർക്സും ഏംഗൽസും സ്റ്റാലിനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഹല്ലേലൂയ മഹാത്മാജി ഇന്ദുരാജിയും രാജ്ഘട്ടിലെ കല്ലറയ്ക്കകത്ത് ഉറങ്ങുമ്പോൾ ഇന്ന് രാത്രി പലസ്തീനിലെ പടിഞ്ഞാറേ ചെരുവ് 26 ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്നു. He is no more here. മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റയായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ നാഥൻ വരാറായി. രാത്രി നീ ഉണർന്നിട്ടുണ്ടോ? 9 ഗ്രഹങ്ങൾ ആകാശഗംഗ മിൽക്കി വേ ഗാലക്സിയിൽ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 2003 കണ്ടില്ല, 2006 പ്ലൂട്ടോയെ കാണാനില്ല. ISROയുടെ തെളിവ് 6000 crore compartment situated in Milky Way galaxy. 6000 കോടി വീട് മധ്യാകാശത്തിൽ ഒരുങ്ങി. ഇന്ന് രാത്രി സഹോദര സഹോദരി, നീ ഒരുങ്ങിയിട്ടുണ്ടോ? മർത്യന്റെ ശരീരം 6 അടി മണ്ണിനകത്ത് കെട്ടുപോയാൽ കല്ലറയ്ക്കപ്പുറത്ത് നിന്നെ മാടി വിളിക്കുവാൻ അവന്റെ ഗംഭീരനാദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വെളിപ്പെടാറ്. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ആത്മാവ് സഭകളോട് പറയുന്നത്, കൊച്ചി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ചെന്ന പാലക്കാടേക്ക് ട്രെയിൻ കിട്ടും. 2 ട്രെയിൻ ഒരുമിച്ച് പിടിക്കും. ഒന്ന് പാലക്കാടിന് മെമു, അതിൻ്റെ പൊട്ടുപുറകെ പിടിക്കും. ന്യൂഡൽഹി കന്യാകുമാരി പോകുന്ന കേക്ക്. ആദ്യം മെമു പോവും, ആലുവ കഴിയും, തൃശ്ശൂരിൻ്റെ പകുതിക്ക് വെച്ച് മെമുവിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ആരെ കയറ്റിവിടും? ജയന്തി ജനതയെ കയറ്റിവിടും. ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ ഇവിടെ പിടിച്ചിടുമ്പോൾ എക്സ്പ്രസ് ആകുന്ന പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറ്. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. മകനെ, മകളെ, ഈ 19ാമത് കൺവെൻഷനിലും ഇന്ന് രാത്രി പുറകോട്ടൊന്ന് തിരിക്ക്. നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? പ്ലീസ്, 1 ടൈം നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? 3rd ടൈം നിന്റെ പാപത്തെ ഓർത്ത് നീ അനുദപിച്ചിട്ടുണ്ടോ? 4th ടൈം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നീ സ്നാനമേറ്റിട്ടുണ്ടോ? 5th ടൈം നീ ഒരു നല്ല കൂട്ടായ്മയിൽ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുമോ? 6th ടൈം തിരുമേശയിൽ നീ പങ്കാളിയാകുമോ? നെഞ്ചത്ത് കൈവച്ച് നോക്ക്. 7th ടൈം അവന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? നിനക്കറിയാം. ബോർഡിംഗ് പാസ് നിന്റെ കയ്യിലായി. ചൂളമടി തുടങ്ങി. സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. ഇന്ന് രാത്രി പ്ലൂട്ടോയെ വെട്ടി 6000 കോടി വീട് സ്വർഗത്തിൽ കർത്താവ് ഒരുക്കിയെങ്കിൽ രാപ്പകലിൽ അവിടെ പ്രശോഭിതമായ ഒരു നാട്. 4 ജീവികൾ പാടും ആ വീട്. ഒന്ന് എഴുന്നേൽക്കാം. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒരു ചിറകുള്ള പക്ഷി അന്തരീക്ഷത്തിൽ പറന്നിട്ടില്ല. വചനം മാത്രം പോരാ, ആത്മാവിൽ ഒന്ന് ആരാധിച്ചാട്ടെ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. 2021 കോവിഡൊക്കെ അവിടെ കിടക്കട്ടെ, കൊറോണ കിടക്കട്ടെ, ലോക്ക്ഡൗൺ കടക്കട്ടെ. എൻ്റെ ദൈവശക്തനെങ്കിൽ എന്നെ നടത്തും, എൻ്റെ കുഞ്ഞുങ്ങളെ നടത്തും, എൻ്റെ സഭയെ നടത്തും. വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ എനിക്ക് വേണ്ടി രക്ഷയുടെ ഒരു ചാൽ ഒരുക്കിയിട്ടുണ്ട്. കരങ്ങളെ തട്ടി ശക്തിയോടെ ഇന്ന് രാത്രി പട്ടണം ഉണരട്ടെ, ദൈവസഭ ഉണരട്ടെ, ലോക രാജ്യങ്ങളിലേക്ക് ഉണർവ് വ്യാപരിക്കട്ടെ. ഈ ഗച്ഛാനക ബൗദ്ധ വനാദന വന്ദൽ കമല എല്ലാ കരങ്ങളും വഴിച്ച് എല്ലാ കരങ്ങളും പഠിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ വാഴുമവിടെ. പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ വാഴുമവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം.
യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം പ്രേമകാന്തനെ കാണാം സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം പ്രേമകാന്തനെ കാണാം കഷ്ടതയേറെ സഹിച്ചവരും കൊണ്ടു മരിച്ചവരന്ന് മസിഹായോട് വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറണീടി കൊണ്ടു മരിച്ചവരന്ന് മസിഹായോട് വാഴുമ നാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം പൊന്നണിമാലയവൻ എനിക്കു തരും ശുഭവസ്ത്രം നാഥനെന്നെ ധരിപ്പിക്കുമെന്ന് പൊന്നണിമാലയവൻ എനിക്കു തരും ശുഭവസ്ത്രം നാഥനെന്നെ ധരിപ്പിക്കുമെന്ന് കണ്ണീരാകെ ഒഴുങ്ങിടുമേ 1000 ആണ്ടു വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായൊരു വീട്ടിൽ കണ്ണുനീരാകെ ഒഴുങ്ങിടുമേ 1000 ആണ്ടു വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായൊരു യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം സുരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം പ്രേമകാന്തനെ കാണാം സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം പ്രേമകാന്തനെ കാണാം കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറണീടി കൊണ്ടു മരിച്ചവരന്ന് മസിഹായോട് വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറണീടി കൊണ്ടു മരിച്ചവരന്ന് മസിഹായോട് വാഴുമ നാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം Hallelujah, praise the Lord. Hallelujah, hallelujah. Glory.